നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സംവരണാനുകൂല്യം അനുഭവിച്ച കുടുംബമാണ് താഴ്മൺ കുടുംബം. ഈ കുടുംബത്തിലെ ചില പിന്മുറക്കാർ യോഗ്യതയും കഴിവുമാണ് മാനദണ്ഡം എന്നൊക്കെ പറയും. പക്ഷേ പ്രത്യേകിച്ച് ഒരു യോഗ്യതയും ഇല്ലെങ്കിലും ആ കുടുംബത്തിൽ ജനിച്ച ആണുങ്ങൾക്കായി സംവരണം ചെയ്തിരിക്കുകയാണ് ശബരിമല തന്ത്രിസ്ഥാനം. പണ്ടുകാലങ്ങളിലെ രാജാക്കന്മാരുടെ പിന്മുറക്കാരെ പോലെയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അതിനും മേലെയാണ്. അച്ഛൻ വഴി രാജസ്ഥാനം കിട്ടിയാലും ശക്തരായ അയൽ രാജാക്കന്മാരുണ്ടെങ്കിൽ അവരെ കീഴ്പ്പെടുത്തും, രാജ്യം നഷ്ടമാകും. ഇവിടെ അതുപോലുമില്ല. ഗണപതി ഹോമത്തിന് നിർബന്ധമായ ഭാഗ്യസൂക്തമോ ഗായത്രി മന്ത്രമോ എന്തിന് സംസ്കൃതം പോലും അറിയാത്തയാളാണ് ശബരിമല തന്ത്രി കണ്ഠരര് മോഹനരെന്ന് റിപ്പോർട്ടിൽ എഴുതി വെച്ചത് ജസ്റ്റിസ് പരിപൂർണനാണ്. എന്നിട്ടും ആ കുടുംബക്കാർ ഇന്നും പ്രത്യേകിച്ച് യാതൊരു യോഗ്യതയുമില്ലാതെ തന്ത്രിസ്ഥാനം കൈയാളുകയാണ്. അവിടെ നിന്നൊരാളാണ് ഇപ്പോൾ ശബരിമല സ്വർണ്ണമോഷണ കേസിലെ അന്വേഷണം എത്തി നിൽക്കുന്നത്. ശബരിമല സ്വർണ്ണമോഷണ അന്വേഷണം വിശ്വാസികളിൽ ഒരു വിഭാഗം ദൈവതുല്യനായും ശബരിമല അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയനായും ഒക്കെ കണക്കാക്കുന്ന ഈ തന്ത്രിയിലേക്കാണ് എത്തുന്നത്. പലരും ഞെട്ടലോടെയാണ് ആ വാർത്ത കേൾക്കുന്നത്. താഴ്മൺ കുടുംബത്തെ പരശുരാമൻ കേരളത്തിലേക്ക് കൊണ്ടുവന്നതാണെന്നും നൂറ്റാണ്ടുകളായി ഈ കുടുംബക്കാർ ശബരിമലയുടെ തന്ത്രിസ്ഥാനത്തുള്ളവരാണെന്നുമൊക്കെയാണ് വ്യാജ പ്രചാരണം. കേവലം ഒരു നൂറ്റാണ്ടിൻ്റെ മാത്രം ബന്ധമാണ് ശബരിമലയും താഴ്മൺ കുടുംബവുമായി ഉള്ളത്. ഈ കുടുംബത്തിലെ ചിലരിലേക്ക് അന്വേഷണം എത്തുമ്പോൾ അവർ അറസ്റ്റിലാവുമ്പോൾ ചില ഇടങ്ങളിലെങ്കിലും പൊള്ളൽ ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് മെമ്പർമാരെയോ പ്രസിഡന്റിനെയോ എന്തിന് ആരോപണമുനയിൽ നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളിലേക്കടക്കം ഇത്തരം വിഷയങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടാവാത്ത പൊള്ളൽ ചിലർക്കെങ്കിലും ഉണ്ടാവുന്നത്? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ആദ്യ പ്രേക്ഷകനായി ഈ വിഷയത്തിൽ എത്തുന്നത് ശ്രീ കുഞ്ഞഹമ്മദാണ്, കോഴിക്കോട് നിന്നും. ശ്രീ കുഞ്ഞഹമ്മദ്, താങ്കൾ എങ്ങനെയാണ് കരുതുന്നത്? ഈ ശബരിമല തന്ത്രിയിലേക്ക് അന്വേഷണം എത്തി നിന്നപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ 1.5 മാസം മുമ്പ് ചർച്ച ചെയ്തതാണ് ഈ വിഷയം. അന്വേഷണം ശബരിമല തന്ത്രികളിലേക്കോ അന്വേഷണം താഴ്മൺ കുടുംബത്തിലേക്കോ എന്നൊക്കെ. അന്നൊക്കെ പലരും, ഈ പൊതുവേദി പ്രേക്ഷകരടക്കം പലരും പറഞ്ഞു അങ്ങനെയൊന്നും തന്ത്രിമാരെ കൊടുക്കാൻ നോക്കണ്ട, അവരങ്ങനെയൊന്നും ചെയ്യത്തില്ല, ദൈവതുല്യരാണ്. പക്ഷേ പല പ്രേക്ഷകരും അങ്ങനെയല്ല പറഞ്ഞത്, മറിച്ചാണ് അവരിലേക്ക് കൂടി അന്വേഷണം എത്തണം എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ അന്വേഷണം അങ്ങനെ എത്തി നിൽക്കുന്നു. പക്ഷേ ചിലർക്കെങ്കിലും അത് പൊള്ളലുണ്ടാക്കുന്നുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം. ഇത് ശാസ്ത്രീയമായിട്ട് അന്വേഷിച്ച് വിശകലനം നടത്തി അരിച്ച് പെറുക്കിയിട്ടാണ് തന്ത്രിയിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് താഴെ നമ്മൾ മേലല്ല. ഇന്ദിരാഗാന്ധിനെ അറസ്റ്റ് ചെയ്ത രാജ്യമാണ് നമ്മള്. അത് ഈ തന്ത്രിക്ക് പറയാനുള്ളത് കോടതിയിൽ പറഞ്ഞാണ് നിരപരാധം തെളിയിച്ചാക്കി തിരിച്ചു വരികയുള്ള ഒരുപാട് അവകാശമുണ്ട്. പക്ഷേ ചിലർക്കെതിരെ പൊള്ളുന്ന അന്വേഷണം നടക്കട്ടെ, എത്ര ഉന്നതന്മാരായ അന്വേഷണം നടക്കട്ടെ. ഇപ്പൊ ശ്രീ പത്മകുമാറൊക്കെ ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ. അന്വേഷണം നടന്ന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ കൂടിയും ഒന്ന് കൃത്യമായി പരിശോധിച്ചിട്ട് ഇത് നിരശ്രീ മനസ്സിലാകട്ടെ. കോടതി പറയട്ടെ ആരാ കുറ്റം ചെയ്തെന്നുള്ളത്, കോടതി തെളിയിക്കട്ടെ. അതുവരെ കാത്തിരിക്കുക. നമ്മളിത് പൊള്ളുന്നതിനാ ബി ജെ പിക്കാർ പുറേ പോന്ന് പിന്നെ അയ്യപ്പ ഭക്തന്മാർ പ്രതിഷേധിക്കുന്നത് എന്തൊരാവശ്യത്തിനായത്? അന്വേഷണം നടക്കട്ടെ. ശരി, എന്തായാലും അങ്ങനെ കാര്യമായ പ്രതിഷേധമൊന്നും ഉയരുന്നില്ല എന്നുള്ളതും എന്തിന് BJP അടക്കമുള്ള സംഘടനകൾ പോലും ഒരു പരിധിക്കപ്പുറത്തേക്ക് ന്യായീകരിക്കാൻ എത്തുന്നില്ല എന്നുള്ളതും ഒക്കെ അവർ രാഷ്ട്രീയം പറയുന്നുണ്ടെങ്കിൽ പോലും പരോക്ഷമായി ന്യായീകരിക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളത് ഒരു തരത്തിൽ ആശ്വാസം തന്നെയാണ്. ശ്രീ സദാശിവനാണ് ചാലക്കുടിയിൽ നിന്നും. ശ്രീ സദാശിവൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതുവരെയും മന്ത്രിമാർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു, ആരോപണം വരുന്നു, ചില ദേവസ്വം ബോർഡ് മെമ്പർമാരും പ്രസിഡന്റുമാരും ഉദ്യോഗസ്ഥരുമൊക്കെ അറസ്റ്റിലാവുന്നു. അപ്പോഴൊന്നുമില്ലാത്ത പൊള്ളൽ ചിലർക്ക് ഇപ്പോൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ജസ്റ്റിസ് പരിപൂർണനെ പറ്റി താങ്കൾ പറഞ്ഞത് തെറ്റാണ്. പരിപൂർണൻ പട്ടരാണ്. താഴ്മൺ തന്ത്രി നമ്പൂരിമാരുടെ വിധിയില് ഗണപതി ഹോമത്തിന് സ്ത്രീ സൂക്തമോ പുരുഷ സൂക്തമോ ഒന്നും ചെല്ലാറില്ല. അവർ ദക്ഷിണ മേടിക്കുമ്പോൾ ആശീർവാദവും പറയാറില്ല. അതൊക്കെ ഞങ്ങൾ പട്ടന്മാരുടെ പതിവാണ്. അത് ജസ്റ്റിസ് പരിപൂർണന് തെറ്റുപറ്റിയതാണ്. അദ്ദേഹം ഒരു ജഡ്ജിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആചാരങ്ങൾ പഠിക്കാണ്ട് റിപ്പോർട്ട് ചെയ്ത് വെച്ചു പാവങ്ങളെ പറ്റി. ശ്രീ സദാശിവൻ, ഈ ഇത്തരം മന്ത്രങ്ങളിലും ആചാരക്രമങ്ങളിലുമൊക്കെ എന്തായാലും ജസ്റ്റിസ് പരിപൂർണന്റെ അറിവുള്ള ആളല്ല ഞാനാൻ.
അതുകൊണ്ട് എനിക്ക് അല്ല, എന്തായാലും അങ്ങ് ജസ്റ്റിസ് പറഞ്ഞതിന് പരിപൂർണനെ പോലെ അങ്ങ് ഇന്ത്യ പറഞ്ഞതിന് അംഗീകരിക്കുന്ന ഇന്ത്യയുടെ സുപ്രീം കോടതിയിലെ ഇതിപ്പോ ജസ്റ്റിസ് ആയിരുന്ന ഈ വിഷയത്തിലൊക്കെ എന്റെ അത്യഗാധമായ പാണ്ഡിത്യമുള്ള ഒരാൾ പറയുന്നതിനെ എന്തായാലും തൽക്കാലം നിഷേധിക്കാൻ എനിക്കാവില്ല. താങ്കൾക്ക് വേണമെങ്കിൽ അങ്ങനെ അഭിപ്രായമുണ്ടെങ്കിൽ പറയാം. ഞാൻ നിഷേധിക്കും. പിന്നൊരു അല്ല, കാര്യം താങ്കൾക്ക് പറഞ്ഞുതരാം. നിഷേധിച്ചോളാം. താങ്കൾക്ക് നിഷേധിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. എനിക്ക് അദ്ദേഹം പറയുന്നതിന് അപ്പുറത്തെ അറിവ് ഈ വിഷയത്തിലില്ല. അതുകൊണ്ട് എനിക്ക് ആ വിഷയത്തിൽ തർക്കിക്കാനുമില്ല. അതിനെപ്പറ്റി വേണ്ട വിവരം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയണത്. ഞാൻ രണ്ടു കൂട്ടരുടെ ആചാരം പഠിച്ചിട്ടുള്ള ഒരാളാണ്. അല്ലെ, അതുകൊണ്ട് ഞാൻ സംസ്കൃതം പറഞ്ഞു തരാം. അറിയേണ്ട കാര്യമില്ലേ ശബരിമല തന്ത്രിക്ക്? അല്ല, ചിലരോട് ചോദിച്ചാൽ അറിയില്ല എന്നേ പറയുള്ളൂ. തോന്നും എന്ന് പറയും നമ്പൂരിമാരെ തോന്നും. അല്ല, എന്റെ സംശയമാണ്, ഈ ശബരിമല തന്ത്രിക്ക് സംസ്കൃതം അറിയണ, മന്ത്രങ്ങൾ സംസ്കൃതത്തിലാണല്ലോ എന്തായാലും, ആ മന്ത്രങ്ങൾ അങ്ങനെ സംസ്കൃതം അറിയേണ്ട കാര്യമില്ല. സംസ്കൃതം പഠിക്കാണ്ട് മന്ത്രം ചെല്ലാൻ പറ്റില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ശബരിമല തന്ത്രിക്ക് ഒരു മന്ത്രം പോലും അറിയില്ലായിരുന്നു? സംസ്കൃതം അറിയുമെന്ന് ചോദിച്ചപ്പോൾ അറിയില്ല എന്നാണ് മറുപടി പറയുന്നത്. എഴുതിയത് ജസ്റ്റിസ് പരിപൂർണനാണ്. അറിയില്ല എന്ന് പറഞ്ഞാലോ, പരിപൂർണൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അല്ല, എങ്കിൽ ഞാൻ സംശയം ചോദിച്ചോട്ടെ ശ്രീ സദാശിവൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ അറിവുള്ള ആളായിരിക്കും, അതുകൊണ്ട് ഞാൻ സംശയം ചോദിച്ചോട്ടെ. എൻ്റെ ഒരു സംശയമാണ്, അങ്ങനെയാണെങ്കിൽ ഈ ഒരു സുപ്രീം കോടതിയിലെ ജഡ്ജി ഇങ്ങനെ ഒരു റിപ്പോർട്ടിൽ എഴുതുമ്പോൾ, അല്ല ഞാൻ ചോദിച്ചോട്ടെ ഒരു മിനിറ്റ്, അങ്ങനെ എഴുതുമ്പോൾ ഇത് തന്ത്രി കുടുംബത്തെ ആക്ഷേപിക്കാൻ വേണ്ടിയാണ്, അങ്ങനെ എനിക്ക് സംസ്കൃതം അറിയാം, അത് തെറ്റായ കാര്യമാണെന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കേണ്ടേ? അങ്ങനെ സമീപിച്ചിട്ടില്ലല്ലോ. അല്ല, അതൊക്കെ അവരുടെ കാര്യം. അതെ, അത് അതിനെപ്പറ്റി പഠിക്കാനാണ് അദ്ദേഹം അത് എഴുതിയേക്കണേ. ഇതുപോലെ ഫ്രണ്ട്സ് ഓഫ് കോർട്ട് എന്ന് പറഞ്ഞിട്ട് പത്മനാഭസ്വാമിയുടെ അമ്പലത്തിലേക്ക് വേറൊരാളെ സുപ്രീം കോടതിയിൽ നിന്ന് അയച്ചിരുന്നു. അദ്ദേഹം അവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ സുപ്രഭാതം, തിരുപ്പതിയിലത്തെ സുപ്രഭാതം ചെല്ലാൻ ആജ്ഞാപിച്ചു. അതവിടെ ചെല്ലാൻ പാടില്ല. അല്ല, അത് അവിടെ നിൽക്കട്ടെ, ശബരിമലയിലെ വിഷയം പറയൂ. സുപ്രഭാതം ചെല്ലിച്ചു. അല്ല, ഫ്രണ്ട്സ് ഓഫ് കോർട്ട് എന്ന് പറഞ്ഞാൽ അത് വേറെ ക്ഷേത്രത്തിൽ നമുക്ക് അത്ര വിശാലമായി ചർച്ച ചെയ്യാൻ സമയമില്ല സി സദാശിവൻ. അല്ല, ഞാനത് ചോദിച്ചു, എന്റെ ഒരു സംശയം ചോദിക്കുന്നതാണ്. ഈ തന്ത്രി ആവാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ആ കുടുംബത്തിൽ ജനിച്ചു എന്നതിനപ്പുറത്തേക്ക് തന്ത്രമന്ത്രങ്ങളിൽ ഇവർക്ക് അറിവുണ്ടോ എന്ന് ഏതെങ്കിലും പരീക്ഷ നടത്തുകയോ, അല്ലെങ്കിൽ അവർക്ക് ആരെങ്കിലും ആ രംഗത്ത് വിജ്ഞാനമുള്ളവർ, ആ രംഗത്ത് യോഗ്യതയുള്ളവർ പരീക്ഷിക്കുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ തന്ത്രവിദ്യാപീഠത്തിന് സമീപിക്കുക. നമ്പൂരിമാരുടെ അവർ പറഞ്ഞു തരും കാര്യങ്ങൾ. അങ്ങനെ തന്ത്രവിദ്യാപീഠത്തിൽ പഠിച്ചതിന്റെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ലോ ഈ കണ്ഠര് രാജീവരും കണ്ഠര് മോഹനും മഹേശ്വരും ഒന്നും അവിടെ തന്ത്രിയായത്. നിങ്ങൾക്ക് താന്ത്രികമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി സംശയം ഉണ്ടെങ്കിൽ തന്ത്രവിദ്യാപീഠത്തിൽ ചോദിച്ചാൽ പറഞ്ഞു. സദാശിവൻ, അതല്ല എന്റെ ചോദ്യം. തന്ത്രം പഠിക്കാണ്ട് ഇവരാരും തന്ത്രം പഠിക്കാണ്ട് അമ്പലത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ കർമ്മങ്ങൾ നിങ്ങൾക്ക് ഇപ്പോ ചാനലിലൊക്കെ കാണാമല്ലോ. ആ കർമ്മങ്ങളൊന്ന് വാച്ച് ചെയ്യുക. വേറെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളും വാച്ച് ചെയ്യുക. താങ്കൾ ആ സദാശിവൻ താങ്കൾ ആ റിപ്പോർട്ട് വായിച്ചാണ്. അപ്പോൾ റിപ്പോർട്ട് എന്ത് മന്ത്രമാണ് ചെല്ലുന്നതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ മറുപടിയായിട്ട് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് എനിക്കറിയാവുന്ന വേറെ ചില മന്ത്രങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അതൊക്കെയാണ് ചെല്ലുന്നതെന്നാണ് പറഞ്ഞത്. അതെ, അത് നമ്പൂരിമാരുടെ വഴി അതാണ്. ഞങ്ങൾ പട്ടന്മാരുടെ വഴിയല്ല. അത് നമ്പൂരിമാരുടെ വഴി ഗണപതി ഹോമം അങ്ങനെയാണ് നമ്പൂരിമാര് ചെയ്യണം. താങ്കൾ പറയുന്നത് അവർക്ക് സംസ്കൃതം അറിയാം, പക്ഷേ തന്ത്രമന്ത്രങ്ങളെല്ലാം അറിയാം എന്നാണ്. പക്ഷേ ജസ്റ്റിസ് പരിപൂർണൻ ഇത് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അദ്ദേഹം എഴുതിയെന്ന് അല്ലേ? അല്ല, കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാണ്ട് എന്തോ ഒരു കൺക്ലൂഷനിൽ എത്തിയതാണ്. ഞാൻ അദ്ദേഹത്തിനെ പറ്റി ഇപ്പൊ വിമർശിക്കാൻ ആളല്ല, കാരണം ആ കാര്യം കഴിഞ്ഞു പോയി. അത് ഇവര് വേണം, എന്റെ അടുത്ത ഒരു സംശയം കൂടി, അന്ന് പേപ്പറിൽ അനവധി നമ്പൂരിമാര് അതിനെ പറ്റി. എന്റെ ഒരു ചെറിയ സംശയം കൂടി, അപ്പോൾ ഈ തന്ത്രമന്ത്രങ്ങളൊക്കെ അറിവ് ഉണ്ട് എന്ന്, അല്ലെങ്കിൽ തന്ത്രി വിദ്യാപീഠത്തിലൊക്കെ പഠിച്ച് അതിന്റെ യോഗ്യത ഒക്കെ നേടിയെന്ന് പരീക്ഷണം നടത്തി, ആ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇവരെയൊക്കെ തന്ത്രിമാരാക്കുന്നത്? അതെ, നിങ്ങൾക്ക് അതൊന്ന് രാജീവരോട് തന്നെ നേരിട്ട് ചോദിക്കാലോ. നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാവുന്നതല്ലേ ഉള്ളൂ. എനിക്ക് മന്ത്രതന്ത്രങ്ങളെ കുറിച്ച് അറിയില്ല, അപ്പൊ ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളെ കൂടെ നിർത്തിയിട്ട് അറിയാവുന്ന ഒരാളാണ് ഈ ജസ്റ്റിസ് പരിപൂർണൻ, അദ്ദേഹമാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞത് അറിയാവുന്ന ഒരാളെ കൂടെ നിർത്തുക. എന്താണ് നിങ്ങളുടെ ആചാരങ്ങള്, എന്താണ് നിങ്ങളുടെ കാര്യങ്ങൾ അങ്ങേക്ക് ചോദിക്കാലോ. അതില്ലാണ്ട് അവിടെ അത് പറഞ്ഞു ഇവിടെ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാര്യങ്ങൾ അറിയാണ്ട് കുറ്റം പറയാൻ പാടില്ല. സദാശിവൻ, ഞാനല്ല ഇതൊന്നും പറയുന്നത്. ഇത് പറയുന്നത് ഇന്ത്യയിൽ തന്നെ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന, ഇന്ത്യയിൽ തന്നെ ഈ രംഗത്ത് ഏറ്റവും അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യനാണ് ചോദ്യങ്ങൾ ചോദിച്ച് ആധികാരികമായ റിപ്പോർട്ടിൽ ഇത് എഴുതിയത്. അതെ, ഏത് ജഡ്ജിയുടെയും ജഡ്ജ്മെന്റ്സ്, റിപ്പോർട്ടുകള് ഇതൊക്കെ ക്വസ്റ്റ്യബിൾ ആണ്. അല്ല, ആത്മാഭിമാനമുള്ള ഒരാളാണെങ്കിൽ അതിനെതിരെ കോടതിയെ സമീപിക്കില്ലേ? അതൊക്കെ അവരുടെ കാര്യം. അത് തന്ത്രി കുടുംബത്തിന്റെ കാര്യം. അവരത് ചെയ്തില്ലെങ്കിൽ അത് അവരുടെ മച്യൂരിറ്റി,
അല്ലെങ്കിൽ മെച്യൂരിറ്റി ആവുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിനെതിരെ തീരെ മോശപ്പെട്ടതല്ലേ എഴുതിയത്? സാധാരണ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പോലും അറിയാത്ത ഒരാൾ, അത്രത്തോളം ദുർബലനായ ഒരാളാണ് ഈ തന്ത്രിയായിട്ടിരിക്കുന്നതെന്ന് ജസ്റ്റിസ് പരിപൂർණ എഴുതി വെച്ചാൽ അതിനെതിരെ കോടതിയിൽ പോകണ്ടേ? എന്നിട്ട് അന്ന് പത്രവാർത്തകളിലെ എന്തിനാ അത് കോടതിയിൽ പോണത്? അന്ന് പത്രവാർത്തകളിൽ മുഴുവൻ നമ്പൂരിമാര് ഇതിനെപ്പറ്റി എഴുതിയിരുന്നു. അന്നത്തെ പത്രവാർത്തകൾ അങ്ങെടുത്ത് നോക്കൂ, ഇതിനെപ്പറ്റി ഭംഗിയായിട്ട് എഴുതിയിരുന്നല്ലോ. സദാശിവൻ, ചരിത്രം എങ്ങനെയാണ് വായിക്കുന്നത്? ശബരിമലയെ കുറിച്ച് ഒരു റിപ്പോർട്ട് സുപ്രീം കോടതിയുടെ വരുന്നു. ആ റിപ്പോർട്ടിലെ കാര്യങ്ങളല്ലേ ചരിത്രത്തിൽ ആധികാരികമായി നിൽക്കുന്നത്, അല്ലാതെ പത്രമാധ്യമത്തിൽ ആരെങ്കിലും വിയോജനക്കുറിപ്പ് എഴുതിയതാണോ ആധികാരികമായി നിൽക്കുന്നത്? തന്ത്രി ഒരു കോൺട്രാവേഴ്സിയിൽ പെട്ടതിനെ പറ്റിയാണ് അത്, ആ ഒരു റിപ്പോർട്ട്. ശബരിമലയെ പറ്റിയല്ല. ഇനി ശബരിമലയെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ഈ വെള്ളിയാഴ്ച വൈകുന്നേരം അറസ്റ്റ് ചെയ്യുക, എന്നിട്ട് മെഡിക്കൽ നടത്തിയിട്ട് നേരെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കുക, ശനി ഞായറും പിടിച്ച് ജയിലിലിടാമല്ലോ. ഇത് പതിവായിട്ട് നമ്മുടെ നാട്ടിൽ പോലീസ് ചെയ്യണതാണ്, ഇല്ലേ? ഇതിപ്പോ പിണറായി വിജയന്റെ വൈരാഗ്യം തീർത്തതാണ്. എന്തിനു വേണ്ടിയിട്ട് സ്ത്രീ പ്രവേശന തന്ത്രിമാരെ എതിർത്തു. ഈ വൈരാഗ്യം തീർത്തതായിട്ടാണ് എനിക്ക് തോന്നണത്. അല്ലാണ്ട് ഞാൻ എന്റെ അതേ സംശയം കൂടി തന്നെ ചോദിക്കുകയാണ്. ഇവർക്ക് ഈ താന്ത്രിക അവകാശം കിട്ടുന്നത് കുടുംബപരമായി കിട്ടുന്ന അല്ല, യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ കിട്ടുന്നൊന്നും അല്ലല്ലോ. അതെ, കുടുംബപരമായിട്ട് അതാത് ക്ഷേത്രങ്ങൾക്ക് താന്ത്രികാവകാശം വിധിച്ചിട്ടുണ്ട്. അതും വെച്ചിട്ട് അവർക്ക് കിണ്ടിയും വെള്ളം എടുത്തിട്ട് അമ്പലത്തിൽ കയറാൻ പറ്റില്ല. അത് വലിയ പരാതി ഉണ്ടാക്കും, വലിയ തെറ്റും ചെയ്യും. അത് അവരുടെ കുടുംബത്തെ ബാധിക്കുകയും ചെയ്യും. ഇതൊന്നും ദേവന്റെ വിഗ്രഹത്തിൽ തൊട്ട് കളിക്കാൻ പറ്റില്ല. നിങ്ങൾ വിചാരിക്കണ അത്ര ഈസി അല്ല അത്. ആ ചടങ്ങുകൾ എന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അങ്ങ് അതിന് വിമർശിച്ചാൽ നടക്കുമോ? ശബരിമലയിലെ സ്വർണ്ണ മോഷണം ഈ തന്ത്രി അറിയാതെ നടക്കുമോ? എനിക്ക് അതെ, അത് പോലീസ് തെളിയിക്കട്ടെ. ഇതൊരു വെല്ലുവിളിയായിട്ടാണ് നിങ്ങൾ എടുത്തോളൂ. പോലീസ് തെളിയിക്കട്ടെ ആ മഹാഭാവം. മന്ത്രിയുടെ അടുക്കൽ ചെല്ലുവോ, തന്ത്രിയുടെ അടുക്കൽ ശബരിമലയെ പറ്റി നമ്മൾ കഴിഞ്ഞ മാസം ബാബർപള്ളിയെ പറ്റി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ശബരിമലയിലോ മറ്റേ എവിടെയാ ഒരു ദിക്കിലും ഇപ്പൊ ഒറിജിനൽ വിഗ്രഹങ്ങളില്ല. ആകെ ഉള്ളത് അച്ചൻകോവിലിൽ മാത്രമാണ്. ഒറിജിനൽ വിഗ്രഹമൊക്കെ അവിടെ പോയി. 52-ൽ ശബരിമല മാത്രമായിട്ട് തീപ്പെട്ടത് എങ്ങനെ? ഒരു ദിവസം രാത്രി അതേമാതിരി ഗുരുവായൂർ തീപ്പെട്ടു, ഇല്ലേ? നടക്കില്ലല്ലോ. ഏത് തന്ത്രി എങ്ങനെ അറിയും? തന്ത്രി എല്ലാം അറിയും. തന്ത്രി ദൈവമായിട്ടൊക്കെ ദൈവഹിതമൊക്കെ അറിയുന്ന ആളുകളല്ലേ. അപ്പോൾ ഇത്ര വലിയ മോഷണം നടന്നെങ്കിൽ തന്ത്രി അറിയില്ലേ? അതൊക്കെ തന്ത്രി അത് കോടതിയിൽ പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ പറഞ്ഞോട്ടെ. ഞാൻ പറയണത് നിങ്ങൾ മനസ്സിലാക്കൂ. ഗുരുവായൂരമ്പലം ഒരു ദിവസം ഞാൻ പറഞ്ഞുതരാം. അല്ല, സമയം വേണ്ട, ഞാൻ പറഞ്ഞുതരാം. ശബരിമല അമ്പലം വന്ന് 12 തമ്പുരാന്മാരുടെ ആയിരുന്നു. ആ അമ്പലം കത്തിപ്പോയാൽ തമ്പുരാന്മാരെ തിരിച്ചേൽപ്പിക്കണോ, ദേവസ്വം ബോർഡിലേക്ക് എടുത്ത് വിഴുകണോ? എന്താ ചെയ്യേണ്ടത്? ഈ തന്ത്രിമാർ എന്താണ് അവിടെ വന്നത്? ഞാൻ ചോദിച്ചത് തന്ത്രിമാരുടെ കാര്യമല്ല നമ്മൾ ഒതുക്കി എടുത്തു, ഇല്ലേ? ഇതുപോലെ ഇവിടെ പത്മനാഭസ്വാമിയുടെ അമ്പലത്തിലെ മുതൽ ഇവിടെ നടക്കുന്നത് വേറെ കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞു, വേറെ കാര്യങ്ങളാണ്. താങ്കളൊന്ന് കേൾക്കൂ. ഈ തന്ത്രിമാർ എന്നാണ് ശബരിമല അമ്പലത്തിൽ വന്നത്? എനിക്കറിയില്ല. എന്റെ അറിവില് 2300 കൊല്ലത്തെ റെക്കോർഡ്സ് ഉണ്ട്. എന്തായാലും 2300 കൊല്ലത്തെ ചരിത്രമൊന്നും തന്ത്രിമാർക്കില്ല. അത് ഒരു നൂറ്റാണ്ട് അല്ലെങ്കിൽ പരമാവധി പോലെ 1.25 നൂറ്റാണ്ടിൽ താഴെയുള്ള ചരിത്രം മാത്രമേ തന്ത്രിമാർക്ക് ശബരിമല അമ്പലവുമായി താഴ്മൺ കുടുംബത്തിനുള്ളൂ. അല്ലല്ല, 2300 കൊല്ലത്തെ റെക്കോർഡ്. അത് എവിടെയാണ് 2300 കൊല്ലം? അവിടെ മലയരന്മാർ കാരണത്തിനുള്ളിലാണ് ക്ഷേത്രത്തിൽ താഴ്മൺ കുടുംബത്തിൽ എന്ത് ബന്ധമാണ് ഉണ്ടായിരുന്നത്? ആങ്ങാമൂഴിന്ന് അവർ ഇപ്പോഴത്തെ ഇല്ലത്തേക്ക് മാറി താമസിക്കുന്ന റെക്കോർഡ്സാണ് ഞാൻ വായിച്ചറിവേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ അവരായിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല. എനിക്ക് വായിച്ചറിവേ ഉള്ളൂ ഇതിനെപ്പറ്റി. നിങ്ങൾക്ക് താങ്കൾ പറയുന്നത് ശബരിമല സ്വർണ്ണമോഷണത്തിൽ ഈ തന്ത്രിമാർക്ക് പങ്കുണ്ടെന്നാണോ ഇല്ലെന്നാണോ? ഒരു പങ്കുമില്ല. ഉണ്ടെങ്കിൽ പോലീസ് തെളിയിക്കട്ടെ. അല്ല, അങ്ങനെയാണെങ്കിൽ തന്ത്രിമാർ അറിയില്ലേ മോഷണം നടന്ന് ഇത്ര കൊല്ലം കഴിഞ്ഞിട്ട് അവർ അറിഞ്ഞില്ലേ? എന്ത് ചങ്ങാതി, ഇത് അറിഞ്ഞാലും പറഞ്ഞാലും എന്ത് കാര്യം? അവര് പറയണത് ആര് കേൾക്കും? ഒരു മൂലക്ക് ഇരുത്തിയേക്കല്ലേ? അവർക്ക് എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്? അവർക്ക് പരസ്യമായി ചാനലുകളോടൊക്കെ പ്രതികരിക്കുന്ന തന്ത്രിമാരാണ്. അവർക്ക് പറഞ്ഞുകൂടെ? അവരാരോട് പറയാൻ? അവര് പറഞ്ഞ ആര് കേൾക്കാൻ? തുറന്നു പറയാം. കേരളത്തില് നമ്പൂരി, ഹരിജൻ, ആദിവാസി ഇവരുടെ പരാതികൾ എവിടെയും എത്തില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും
ശരി, ഓക്കെ സദാശിവൻ, താങ്കൾ അങ്ങനെയൊക്കെയാണ് കരുതുന്നത്. പക്ഷേ അതിനകത്ത് താങ്കൾ പറഞ്ഞ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗണത്തിൽപ്പെടുന്ന ആളുകളുടെ പരാതി എത്തില്ല എന്നത് യാഥാർത്ഥ്യമായി കൂട്ടാം. പക്ഷേ ആദ്യം പറഞ്ഞ കൂട്ടത്തിൽപ്പെടുന്ന ആളുകളുടെ പരാതി എവിടെയും എത്തില്ല എന്ന് യാഥാർത്ഥ്യമായി കൂട്ടാൻ കഴിയില്ല. എന്തായാലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവകാശങ്ങൾ നേടിയിട്ടുള്ള സംവരണ അവകാശങ്ങൾ നേടിയിട്ടുള്ള വിഭാഗം അത് തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. ദേവസ്വം ബോർഡില് ആരാണ് തന്ത്രിമാരെ അനുസരിക്കണവര്? വെറും രാഷ്ട്രീയക്കാരല്ലേ അവിടെ കയറിയിരിക്കണേ? ഇല്ലാത്ത കഥ എഴുതിയുണ്ടാക്കി, ഇല്ലാത്ത കഥകൾ എഴുതിയുണ്ടാക്കി. ഹരിവരാസനം എന്റെ അമ്മ എഴുതിയതുണ്ടാക്കിയതാണെന്ന് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. അതിനൊക്കെ വളരെ മുമ്പ് തമിഴ്നാട്ടിൽ ചെല്ലുന്നതാണ് ഹരിവരാസനം, എത്രയോ കാലങ്ങളായിട്ട്. അതിനെപ്പറ്റി എന്നിട്ട് ഒരു ദിവസം യേശുദാസിനെ കൊണ്ടൊരു പാട്ടും പാടിച്ചു, തെറ്റായിട്ടും പാടി. ഇല്ലേ, ഇവിടെ എന്തൊക്കെ കളികളാണ് നടക്കണത്? താങ്കൾ പറയുന്നത് എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നു. ശബരിമല തന്ത്രിയെ പോലെ കേരളത്തിൽ വലിയ വിശ്വാസ്യതയുള്ള ഒരാൾ പുറത്തു പറഞ്ഞാൽ അതൊക്കെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ എന്നൊക്കെയുള്ള അവസ്ഥയുണ്ട് എന്നൊക്കെ പറയുന്നത് എനിക്ക് അത്ഭുതത്തോടു കൂടി മാത്രമേ കേൾക്കാൻ കഴിയൂ. ഒരാളും കേൾക്കില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. ഈ മോഷണമൊക്കെ നടന്നപ്പോൾ പുള്ളി അറിഞ്ഞെങ്കിൽ പുള്ളി പറയില്ലേ? വഴിയുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. മോഷണത്തിൽ പുള്ളി പങ്കില്ലെങ്കിൽ പുള്ളി എന്തിനാ മറച്ചു വെച്ചു? ദേവസ്വം ബോർഡുകാര് ഇവരൊക്കെ പറഞ്ഞാൽ കേൾക്കുന്ന എനിക്ക് തോന്നണില്ല. അവർക്ക് പുറത്ത് പരസ്യമായി പറയും, ഇവരൊക്കെ ചാനലുകളിലൊക്കെ പ്രതികരിക്കുന്നവരല്ലേ ഈ തന്ത്രിമാർ. യാതൊരു ആൻസറബിലിറ്റി ഇല്ലാത്ത രാഷ്ട്രീയക്കാരാണ് അപ്പൊ അപ്പോയിന്റ്മെന്റ് മേടിക്കണത്. അവർക്ക് അതേ രാഷ്ട്രീയക്കാരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇന്ന് ശബരിമലയിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തരൊക്കെ വരുന്ന രീതിയിലേക്ക് ആ ക്ഷേത്രത്തെ വളർത്തിയെടുത്തത്. തന്ത്രിമാരല്ല എന്നത് കൂടി താങ്കൾ ഓർക്കുക. ക്ഷേത്രാചാരങ്ങളെ പറ്റി യാതൊരു വിലയോ മര്യാദയോ ഇല്ലാത്തവരാണ് ദേവസ്വം ബോർഡ്. സദാശിവൻ, താങ്കൾ ഈ വിഷയത്തിൽ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് താങ്കൾക്ക് ഈ സമയം കൂടുതൽ അനുവദിച്ചതും. എന്തായാലും താങ്കളുടെ വാദത്തെ എന്തായാലും തൽക്കാലം അംഗീകരിക്കാൻ നിർവാഹം ഇല്ല ശ്രീ സദാശിവൻ. ശ്രീ ശ്രീകുമാറാണ്, മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തന്ത്രിമാരിലേക്ക് എത്തിയപ്പോൾ ഇതുവരെ മന്ത്രിമാരിലേക്ക് അന്വേഷണം വേണമെന്നൊക്കെ പറഞ്ഞ ആളുകൾ, മുതിർന്ന രാഷ്ട്രീയ നേതാക്കളെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയ ആളുകൾ, അപ്പോഴൊന്നുമില്ലാത്തൊരു കുഴപ്പം ചെറു വിഭാഗത്തിനെങ്കിലും ഈ തന്ത്രിമയെ പിടിച്ചപ്പോൾ ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണത്? നമസ്കാരമുണ്ട് കിരൺ സാറേ. നമസ്കാരമുണ്ട്. പിന്നെ ആ മുൻ പറഞ്ഞ ആളെ കാര്യമായിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? പിണറായി വിജയന്റെ പണിയാണ് പിടിച്ചത് എന്നുള്ളത്. അപ്പോ അവിടെ വലിയ കിലോ കണക്കിൽ സ്വർണം കക്കുമ്പോ പിണറായി വിജയന് പിന്നെ ഇവിടെ അന്വേഷണം നടത്തുമൊന്നും വേണ്ടേ? അത് മനസ്സിലാക്കണ്ടേ? അത് അന്വേഷിച്ചിട്ട് ഇപ്പൊ അയാള് ജയിലിലും ആശ്രയിലും ഒക്കെ കിടക്കുക. പിന്നെ ഉടനെ അയാളെ വീട്ടിക്ക് പൊടിച്ചീന് ആഴ്ചാഭാവം പറഞ്ഞാണ്ട് കോൺഗ്രസ്സുകാർ മണ്ടി ചെന്നും ചെയ്തിരിക്കുന്നത്. അപ്പോ ആ ഏർപ്പാടൊന്നും നടക്കൂല. ഇനി സാറിനോട് ഒരു ചോദ്യം കൂടി, ഇവരെ നിയമനം ജഡ്ജിമാരാണോ സാറ്? തന്ത്രിമാരുടെ ആണോ? തന്ത്രിമാരുടെ നിയമനം ജഡ്ജിയൊന്നുമില്ല. ആ തന്ത്രി താഴ്മൺ കുടുംബത്തിൽ ജനിച്ചാൽ പ്രത്യേകിച്ച് യോഗ്യതയൊന്നും ഇല്ലെങ്കിലും അവരൊക്കെ തന്ത്രിമാരായി വരും. അതിന് പ്രത്യേകിച്ച് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ, കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സംവരണ ആനുകൂല്യം അനുഭവിച്ചിട്ടുള്ള ഒരു കുടുംബമാണ് താഴ്മൺ കുടുംബമെന്ന്. അപ്പൊ ജസ്റ്റിസ് പരിപൂർണനാണ് നിയമിച്ചത്, ഒപ്പിട്ട് എന്നൊക്കെ പറഞ്ഞു സാറ്? അല്ല, ജസ്റ്റിസ് പരിപൂർണൻ നേരത്തെ തന്ത്രി മോഹനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ. അന്ന് ജസ്റ്റിസ് പരിപൂർണനെ അവിടെ അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചിരുന്നു സുപ്രീം കോടതി. അന്ന് സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് പരിപൂർണൻ അവിടെ വരികയും നേരിട്ട് അന്വേഷണം നടത്തുകയും ഇവരുടെയൊക്കെ നേരിട്ട് വിളിച്ച് അവരുമായിട്ടൊക്കെ മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ ജസ്റ്റിസ് പരിപൂർണൻ ഈ കണ്ഠര് മോഹനോട് ഗായത്രി മന്ത്രം അറിയാമോ, ഭാഗ്യസൂത്രം അറിയാമോ, അങ്ങനെ പലതും ചോദിച്ചിരുന്നു. ഈവൻ സംസ്കൃതം അറിയാമോ എന്നെങ്കിലും ചോദിച്ചിരുന്നു. പക്ഷേ അതിനൊന്നും പുള്ളിക്ക് ഒരു അനുകൂലമായ മറുപടി ഉണ്ടായിരുന്നില്ല. ഇത്രത്തോളം ഈ മേഖലയിലെങ്ങും അറിവില്ലാത്ത ഒരാളാണ് ഈ തന്ത്രിസ്ഥാനത്തിരിക്കുന്നതെന്ന് ജസ്റ്റിസ് പരിപൂർണൻ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ എഴുതി വെച്ചു. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിനെ ഇതുവരെ ആരും ഈ തന്ത്രി കുടുംബം അതിനെതിരെ കേസിനോ അല്ലെങ്കിൽ അത് നീക്കാനോ ഒന്നും പോയതായി നമ്മുടെ ആരുടെയും അറിവിലില്ല. ഒറ്റ ചോദ്യം കൂടി സാറേ, ഇത് ഇത്തരം നിയമിക്കുന്ന ആൾക്കാർക്ക് ദൈവത്തിൽ വിശ്വാസം വേണ്ടേ? അത് നമുക്കറിയില്ല. അവരെ ആ കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് പരമ്പരാഗതമായി സംവരണം ചെയ്യപ്പെട്ടതുപോലെ ആ സ്ഥാനം കിട്ടും. എന്നാലേ ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ആൾക്കാർ ഇതൊന്നും ചെയ്യൂല. ഒന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് പിണറായി വിജയനെയും ഈ സർക്കാരിനെയും കുറ്റം പറഞ്ഞുകൊണ്ട് ഇറക്കേണ്ട അത്രേ പറയാനുള്ളൂ.
ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ഷാജി, പത്തനംതിട്ടക്കാരനാകുമ്പോൾ ശബരിമലയുമായി കൂടുതൽ ബന്ധമുള്ള ആൾ എന്ന തരത്തിൽ കൂടി ശബരിമല അല്ലെങ്കിൽ വിവരങ്ങളെക്കുറിച്ച് അറിയുന്ന ആൾ കൂടിയാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ തന്ത്രിയിലേക്ക് അന്വേഷണം എത്തി, തന്ത്രി അറസ്റ്റിലായപ്പോൾ എന്തായാലും നമ്മൾ തുടക്കത്തിൽ തന്നെ 1.25 മാസം മുമ്പാണ് നമ്മൾ ആദ്യം 2 തവണ ചർച്ച ചെയ്തത് ഈ അന്വേഷണം തന്ത്രി അറിയാതെ മോഷണം നടക്കുമോ എന്നുള്ളതും താഴ്മൺ കുടുംബത്തിലേക്ക് കൂടി അന്വേഷണം എത്തണ്ടേ എന്നുള്ള വിഷയമൊക്കെ. ഇപ്പോൾ എന്തായാലും അന്വേഷണം അവിടെ എത്തിയിരിക്കുന്നു. തന്ത്രി അറസ്റ്റിലായിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ദേഹാസ്വസ്ഥത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ചിലർക്ക് അപ്പോൾ വല്ലാതെ പൊള്ളുന്നു. എന്തുകൊണ്ടാണ്? സാറേ, ഗിരീഷ് സാറേ, നമസ്കാരം. നമസ്കാരം. സാറേ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒന്നും തോന്നരുത്. അയ്യോ, ഇല്ല, ചോദിച്ചു. ഈ ശബരിമലയിൽ ഈ തന്ത്രി ഇപ്പൊ പിടിച്ചല്ലോ, അറസ്റ്റ് ചെയ്തല്ലോ. അതെ, അദ്ദേഹം കള്ളനായിട്ടില്ലേ അദ്ദേഹത്തെ പിടിച്ച് അറസ്റ്റ് ചെയ്തേ? നമുക്ക് ഇപ്പോൾ അങ്ങനെ പറയാൻ കഴിയില്ല ശ്രീ ഷാജി. ഇപ്പൊ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്തു. അപ്പോൾ സംശയമുണ്ട് അവർക്ക്, അതുകൊണ്ടാണ് അന്വേഷണ സംഘം അറസ്റ്റ് പിന്നീട് തെളിയിക്കേണ്ടതാണ്. അതെ, ഓക്കെ, അദ്ദേഹം കള്ളനല്ല, ഓക്കെ, ഞാൻ സമ്മതിച്ചു. ഈ തന്ത്രിയുടെ ജോലി എന്തുവാ ശബരിമലയില്? ഈ സ്വർണത്തിന്റെ കാര്യങ്ങളെല്ലാം അവിടെ അറിയാൻ വയ്യാത്ത ആളാണോ പുള്ളി? സ്വാഭാവികമായും കോമൺ ലോജിക്ക് വെച്ചിട്ട് പുള്ളി ഇതെല്ലാം അറിയേണ്ട ആളാണ്. പുള്ളി അത് അറിഞ്ഞിട്ടില്ല എന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം പതുവും പിന്നെങ്കിൽ മുൻ MLA പിടിച്ചു, പിന്നെങ്കിൽ അതുപോലെ തന്നെ ഇപ്പം തന്ത്രിയെ പിടിച്ചു, അതിനുമ്പ് പിന്നെ വേറെ 2-3 പേര് പിടിച്ചു, അവരെല്ലാം ജയിലിൽ കയറി കിടക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, ഇവരാരും അല്ല കുറ്റക്കാരൻ. ഈ ശബരിമലയിൽ അയ്യപ്പൻ തന്നെയാണോ പ്രതി? അങ്ങനെയാണെങ്കിൽ ആണോ? നല്ലൊരു ചോദ്യമാണ്. നമുക്ക് അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികൾ ആരെ എന്നൊക്കെയുള്ള പിടികിട്ടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവന്റെ എല്ലാം വീട്ടിൽ ഇഷ്ടം പോലെ, ഞാൻ ശരി, ഇവന്റെ എല്ലാം വീട്ടിൽ ഇഷ്ടം പോലെ പണങ്ങളും സ്വത്തുക്കളും എല്ലാം അവിടുന്ന് മോടിച്ചിട്ടുണ്ട്. യാതൊരു മാറ്റവും ഇല്ല, ഒരു സംശയവും വേണ്ട. ലക്ഷങ്ങളും കോടികളും സ്വർണങ്ങളും എല്ലാം അവിടുന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. യാതൊരു സംശയം വേണ്ട. ഈ BJP, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാൻ പോവാ. BJPക്കാര് എന്തിനാ തന്ത്രിയുടെ വീട്ടിൽ പോയെന്ന് ഒരു വാർത്ത വന്നല്ലോ. BJPക്കാർ ഇതിനെ എതിരെ നിൽക്കുന്നവര്, ഇവർക്ക് ഇവിടുന്ന് ഒരു MLA ഇനി കിട്ടുമോ? നാളെ ആഭ്യന്തരമന്ത്രി വരുവോ? അമിത്ഷാ എന്തിനു വരുവാ? ആർക്ക് പിന്തുണ കൊടുക്കാന്? ഈ അമിത്ഷായെ എന്തിനു വരുവാന്ന് ചോദിക്ക്. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ സ്വർണം എവിടെ പോയി? ആര് കൊണ്ടുപോയി? ഞാൻ കൊണ്ടുപോയോ? സാറ് കൊണ്ടുപോയോ? അതോ ഈ നാട്ടിലുള്ള ആരെങ്കിലും കൊണ്ടുപോയോ? അപ്പൊ ഇവര് എന്തിനു വേണ്ടി നടക്കുക? എന്തോ ഇവരുടെയൊക്കെ ഉദ്ദേശങ്ങള്? ഇവിടെ ഞങ്ങൾ കൂടുതൽ കുറെ കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്. ഹൈക്കോടതിയിലെ ജഡ്ജിയോട് ഞങ്ങളും സംസാരിക്കാൻ പോവാ. കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയണം. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്ത്. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തന്ത്രിയിലേക്ക് അന്വേഷണം എത്തിയപ്പോൾ യഥാർത്ഥത്തിൽ ശബരിമലയിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലേറെ കാലമായി തുടർച്ചയായിട്ടുള്ളത് ആ കുടുംബമാണ്. ബാക്കി ദേവസ്വം ബോർഡ് മെമ്പർമാർ ചെറിയ കാലത്തേക്ക് വരുന്ന ആളുകളാണ്, ഉദ്യോഗസ്ഥരായാലും ചെറിയ കാലത്തേക്ക് വരുന്നവരാണ്. ഈവൻ ശബരിമല മേൽശാന്തി പോലും ഇടവേളകൾ വരുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ഇവർ, എല്ലാത്തിനും ഉള്ള ഇവർ ഇതൊന്നും അറിഞ്ഞില്ല, അവരാരും കള്ളന്മാരല്ല എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? നമസ്കാരം. നമസ്കാരം. സുഖമാണോ? സുഖമാണ്, പറഞ്ഞോളൂ. ഓക്കെ സാറേ, നമ്മള് ഈ തന്ത്രിയെ പിടിച്ചപ്പോ ചിലർക്ക് പൊള്ളുന്നൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. പക്ഷേ തന്ത്രി കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹം അനുഭവിക്കണം. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം കോവില് ശബരിമല ക്ഷേത്രത്തിലെ കുടുംബാംഗങ്ങൾ തന്നെയാണ് ഈ പോറ്റി. പക്ഷേ ദേവസ്വം ബോർഡ് ഇന്ന് കേരളത്തില് ജനാധിപത്യ രീതിയിൽ ഭരണം വന്നപ്പോൾ, രാജഭരണം മാറിയപ്പോൾ കുറെ കാലം ശേഷം ദേവസ്വം ബോർഡ് വന്നിട്ടുണ്ട്. ഈ ദേവസ്വം ബോർഡ് വന്ന കാലകാലങ്ങളിൽ കേരള ക്ഷേത്രങ്ങളിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ദേവസ്വം ബോർഡ് അധികാരികൾ, ഭരണാധികാരികൾ ദേവവിശ്വാസം ഉണ്ടായിരുന്നു. അവർ പറയും പോലെ കേട്ടാണ് ചെയ്തിരുന്നത്. പക്ഷേ ഭാഗ്യവശാൽ 8-9 വർഷക്കാലമായി ശബരിമലയില് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരുമാണ്. തന്ത്രി ആയാലും മേൽശാന്തി ആയാലും ആരായിരുന്നാലും അവർ വന്ന കാര്യങ്ങൾക്ക് ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ജയിലിൽ കിടക്കുന്ന കള്ളന്മാരെല്ലാം ഈ കള്ളം തരം മോഷ്ടിക്കാൻ വേണ്ടിയാണെന്ന് ഇദ്ദേഹം അറിയുന്നില്ല. അറിഞ്ഞുകൊണ്ടാണെങ്കിൽ അദ്ദേഹം അനുഭവിക്കണം. പക്ഷെ ഇപ്പോഴും പറയുന്നു ഞാൻ കിരൺ ബാബുവിന് അറിയാലോ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധത വന്നിട്ടുള്ളൂ, ഏകദേശം കാര്യങ്ങളും. പക്ഷെ ഞാൻ ഇപ്പം പറയുന്നു, 10 വോട്ടിന് വേണ്ടി അന്ന് സ്ത്രീകളെ കൊണ്ട് ശബരിമല കയറ്റി അന്ന് നശിപ്പിച്ചു. അവസാനം അതിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നപ്പോൾ വീണ്ടും ഇപ്പോഴത്തെ ഗവൺമെന്റ്, 7 വർഷ ഗവൺമെന്റ്, ദേവവിശ്വാസം ഇല്ലാത്ത ഗവൺമെന്റ് ഇതും കൂടി നശിപ്പിച്ചുകൊണ്ട്
ഇതും അവസാനം പോറ്റി കയറ്റിട്ടിട്ട് മറ്റുള്ളവർ ഇറക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ് എസ്റ്റേറ്റ് ഉദ്യോഗസ്ഥന്മാരിൽ CPM-ന്റെ SO5 മുതൽ എന്താ പറയാ SO5 മുതൽ DYFI വരെ പ്രവർത്തിച്ച് വന്ന 2 ഉദ്യോഗസ്ഥന്മാർ ഇരിപ്പുണ്ട്. അത് കോടതിക്കും അറിയാം. ഈ 2 ഉദ്യോഗസ്ഥന്മാർക്ക് കോടതിയിൽ ഈ വിവരം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പരിഗണിക്കുകയും ഹൈക്കോടതി വളരെ കൃത്യമായി തന്നെ പറയുകയും ചെയ്തതാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മാറ്റണമെന്ന ആവശ്യം അടക്കം തള്ളിക്കളഞ്ഞുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർ ഏതെങ്കിലും സമ്മർദ്ദത്തിന് വഴിപ്പെട്ട് പ്രവർത്തിക്കുന്നവരല്ല, അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നതെന്ന് ഹൈക്കോടതിയാണ് ഈ അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടവും പരിശോധിക്കുന്നത്, നമ്മളല്ല. അങ്ങനെ സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ല അന്വേഷണം നടക്കുന്നത്, ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് അന്വേഷണം നടത്തുന്നതെന്നൊക്കെ പറയുന്നതിൽ സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ നിയന്ത്രണം പൂർണ്ണമായും ഹൈക്കോടതിക്കാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മളെങ്ങനെയാണ് പറയുന്നത് അത് അവർ SFIക്കാരായിരുന്നു അല്ലെങ്കിൽ മറ്റാൾക്കാരായിരുന്നു? അങ്ങനെ മുൻകാലങ്ങളിൽ അവരേതെങ്കിലും SFIക്കാരായിക്കോട്ടെ, എനിക്കറിയില്ല, SFIക്കാരായത് അതൊരു തെറ്റാണ്? ഇല്ല സാർ, ഞാൻ പറഞ്ഞ സാറ് കേൾക്കണം. ഞാൻ സമയം അതങ്ങനെ ഇറക്കി സംസാരിക്കാത്തത്. സാറ് കോടതിക്ക് തെളിവാണ് ആവശ്യം. നല്ല ദശയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, കോടതിക്ക് ബോധ്യമായി. പക്ഷെ കോടതിക്ക് മറ്റേ കാര്യങ്ങൾ അറിയാൻ പറ്റില്ല. കോടതി തെളിവ് കോടതി അന്വേഷണത്തിന്റെ ഓരോ ഘട്ടങ്ങളും പരിശോധിച്ച് നിങ്ങൾ ഇന്നത് അന്വേഷിച്ചോ, അല്ലെങ്കിൽ ആദ്യ ഘട്ടത്തിലൊക്കെ കോടതി ചോദിച്ചല്ലോ നിങ്ങൾ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ എന്താണ് നിങ്ങൾ അവിടേക്ക് അന്വേഷണം എത്താത്തതെന്ന് ചോദിച്ചല്ലോ. അതേ കോടതി തന്നെയല്ലേ പറഞ്ഞത് ഈ അന്വേഷണത്തിൽ ഞങ്ങൾ സംതൃപ്തരാണ്, അന്വേഷണം ശരിയായ രീതിയിലാണ് നടക്കുന്നത്. SITയുടെ അന്വേഷണത്തിൽ കോടതിക്ക് ബോധ്യമുണ്ടെങ്കിൽ, ഈ രാജ്യത്തെ കോടതിയുടെ നിയന്ത്രണം നടക്കുന്ന അന്വേഷണത്തിൽ അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ പിന്നെ വേറെ ആർക്കാണ് ബോധ്യം വേണ്ടത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കടകംപള്ളി ചോദ്യം ചെയ്തപ്പോൾ എന്തുകൊണ്ട് കടകംപള്ളി അറസ്റ്റ് ചെയ്യണമെന്ന് എന്തുകൊണ്ട് കോടതി ചോദിച്ചപ്പോൾ കോടതി ഒരു ഉദ്യോഗസ്ഥർ പറഞ്ഞില്ല? കോടതിയിൽ കടകംപള്ളി അറസ്റ്റ് ചെയ്യേണ്ട എന്തെങ്കിലും തെളിവുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ കടകംപള്ളി അറസ്റ്റ് ചെയ്തേനെ. കടകംപള്ളി അറസ്റ്റ് ചെയ്യേണ്ട ഏതെങ്കിലും തെളിവുകൾ കിട്ടി കാണത്തില്ല. കടകംപള്ളിക്കാണോ തന്ത്രിക്കാണോ ശബരിമലയുമായിട്ട് കൂടുതൽ ബന്ധമുള്ളത്? മിസ്റ്റർ കിരൺ ബാബു, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ ആചാരരംഗം നടത്തിയ ആ പേരിൽ പറഞ്ഞുകൊണ്ട് കേരള മുഖ്യമന്ത്രിയും കടകംപള്ളി സുരേന്ദ്രനെയും മറ്റുള്ള ഇപ്പൊ ഇരിക്കുന്ന ആരാണ് ആചാരലംഘനം നടത്തിയത്? കുറെ ആചാരങ്ങളൊക്കെ ലംഘിക്കണം. അങ്ങനെയൊക്കെ ലംഘിച്ച് നമ്മൾ ഇവിടെയൊക്കെ എത്തിയത്. ഇനി ഇവരാരും ആചാരങ്ങൾ നടത്തിയിട്ടില്ല, അതിനുള്ള ധൈര്യമൊന്നും അവരാരും കാണിച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആചാരങ്ങളൊക്കെ ലംഘിച്ചാണ് ഞാനും ശിവദാസനും ഒക്കെ ഈ നിലയിൽ ഇപ്പോൾ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുന്നത്. ആചാരലംഘനം രക്ഷപ്പെടുത്തുള്ള ഒരിക്കലും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഹിന്ദുവിന്റെയും മതം ആചാരലംഘനം മാറ്റാൻ പാടില്ല. ഈ നാട്ടിലെ ആചാരങ്ങൾ ഒരു അരനൂറ്റാണ്ട് മുമ്പുണ്ടായിരുന്ന ആചാരങ്ങൾ, ഒരു നൂറ്റാണ്ട് മുമ്പുണ്ടായിരുന്ന ആചാരങ്ങളൊക്കെ ശ്രീ ശിവദാസൻ അറിയാമല്ലോ. അന്നൊക്കെ ഉണ്ടായിരുന്ന ആചാരങ്ങളൊക്കെ എടുത്ത് തോട്ടിൽ കളഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ അഭിമാനപൂർവ്വം നടക്കുന്നത്. ആചാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ലംഘിച്ച് തന്നെയാണ് മുന്നോട്ട് ഈ ലോകം പോയിട്ടുള്ളത്. അതിനുള്ള ധൈര്യം അവർ കാണിക്കുന്നില്ല എന്നുള്ള പരാതി എനിക്കുണ്ട് ഇവരെ കുറിച്ച്. വിശ്വാസമില്ലാത്തവരാണ് സാറേ മറ്റുള്ള ആൾക്കാർ. ഞാൻ കോൺഗ്രസ്സാരനോ MS പറഞ്ഞല്ല. ഈ 9 വർഷക്കാലം കൊണ്ടാണ് കേരളത്തിലെ ദേവവിശ്വാസം നഷ്ടപ്പെടുത്തിയത് ഈ ഗവൺമെന്റ് ശേഷമാണ്. ഈ ശിവദാസൻ ഈ 9 വർഷക്കാലം കൊണ്ട് ഓരോ കൊല്ലവും ശബരിമല വരുന്ന ഭക്തരുടെ എണ്ണം കൂടുകയാണ്. ശബരിമല പരാതികളില്ലാതെ അവിടെ ദർശനം തുടരുകയാണ്. കൊണ്ടുനിർത്തി ഹേശ്രീ മാറ്റി കൊടുത്ത് കെട്ടിക്കൊണ്ടുവന്ന് കോവിലിൽ കയറ്റിയവും ദേവവിശ്വാസികൾ. ഇത് ദൈവം പൊറുക്കോ? ദൈവം പൊറുക്കോ ഇല്ലയൊക്കെ ഉള്ള കാര്യം ദൈവം തീരുമാനിക്കാതെ എനിക്കറിയില്ല. ദൈവത്തിന്റെ പൊറുക്കോ ഇല്ലയെന്നുള്ള കാര്യം തീരുമാനിക്കാനുള്ള ആളല്ല. ശരിയല്ലേ പറയുന്നത്? ശരി ശിവദാസൻ, എന്തായാലും താങ്കൾ പറയുന്നത് അത്ര ശരിയാണ്. ഞാൻ കുറ്റപ്പെടുത്തി. എനിക്ക് അറിവ് നിങ്ങൾ തരണം, അറിവ് തരണം. ആചാരലംഘനമാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൃത്യമായ അഭിപ്രായം പറഞ്ഞു. ആചാരങ്ങൾ ഏതെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രിയോ മന്ത്രിയോ ലംഘിച്ച എനിക്ക് അറിവില്ല. ഇനി ആചാരങ്ങൾ ലംഘിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം കൂടി ഞാൻ പറഞ്ഞു. ഈ നാട്ടിൽ ഞാൻ നിങ്ങളുമൊക്കെ ജീവിക്കുന്ന ഈ ലോകക്രമം ഉണ്ടായത് ഒരുപാട് ആചാരങ്ങൾ ലംഘിച്ചാണ് എന്നുകൂടി പറഞ്ഞു. ശരി ശ്രീ ശിവദാസൻ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ചിത്രയാണ് പാലക്കാട് നിന്നും. ശ്രീമതി ചിത്ര, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ മന്ത്രിക്കെതിരെ ആരോപണം വരുമ്പോൾ, ഉന്നതരായ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയൊക്കെ സംശയമുന്നിൽ അവരെയൊക്കെ നിർത്തിയ ആരോപണങ്ങളൊക്കെ ഉയരുമ്പോൾ ഉണ്ടാവാത്ത ചില പ്രശ്നങ്ങൾ തന്ത്രിയെ ചോദ്യം ചെയ്യുമ്പോഴും അറസ്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ ചില കോണുകളിൽ നിന്നെങ്കിലും ഉണ്ടാവുന്നു. എന്താവും കാരണം? ശ്രീരാജനാണ് തൃശ്ശൂരിൽ നിന്ന്, താങ്കൾക്ക് പറയാം. നമസ്കാരം സാർ. പറഞ്ഞോളൂ താങ്കൾ. ഇതിലിപ്പോ നല്ല രീതിയിൽ അന്വേഷണം പോകുന്നുണ്ട്. അതിപ്പോ തന്ത്രി ഇപ്പോ SITയുടെ കയ്യിൽ പെട്ടതുകൊണ്ട് പറയല്ല. ഇപ്പൊ കേരളത്തിൽ എന്ന് വയ്ക്കുമ്പോ ഒരു തന്ത്രിനെ അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടാൽ ഇത് തെറ്റാണെങ്കിൽ കേരളം മൊത്തം ഇളകും. പക്ഷെ ഇത് ഒരു കോടതി നിയമിച്ച ഒരു സംഗതിയാണ്. അത് അന്വേഷണം നടത്തുന്നവരെ ഒരു രാഷ്ട്രീയമോ ഒരു കാര്യമോ അതിൽ ഇടപെടാൻ പാടില്ല. ഇപ്പൊ BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ഇനിയിപ്പോ നിഷ്പക്ഷമായിട്ടുള്ള ഭക്തന്മാരായിക്കോട്ടെ, എന്താ നമുക്കൊരു ക്ഷമയില്ലാത്തത്? ഇപ്പൊ തന്ത്രി സത്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് ഇന്നലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കുമ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മാനസിക വിഷമമായി തോന്നിയത്. കാരണം ഇദ്ദേഹം അത് ചെയ്യില്ല എന്ന് എന്റെ മനസ്സിലുണ്ടെന്നേ. അപ്പോ ഇത് കാണാതെ, ഇത് കേൾക്കാതെ, ഇത് പിണറായി വിജയന്റെ കളിയാണ്,
ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള കളിയാണ്. ഇപ്പൊ CPM പങ്കുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ CPM മെമ്പർഷിപ്പ് ഉള്ള ഒരു വ്യക്തി അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഏതെങ്കിലും പാർട്ടി വക്താക്കൾ ഇതിനെതിരെ ശബ്ദമുയർത്തുമോ? അത് അതിന്റെ വഴിക്ക് പോകട്ടെ. അതല്ലേ നമ്മൾ കേരളം. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച് നിൽക്കണം. തെറ്റാണെങ്കിൽ അതിന് ചൂണ്ടിക്കാണിക്കുക, അതിന്റെ അവസാനം വരെ കാണാനും കേൾക്കാനും ഒരു സാമാന്യ മര്യാദ കാണിക്കണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് SITയുടെ അന്വേഷണം നല്ല നിലയ്ക്ക് പോകട്ടെ. ഇനിയിപ്പോ ഏറിയ ഒന്നുമില്ലെന്നേ, 1 മാസം 6 ആഴ്ചയാണ് പറഞ്ഞതില്ല. ആ 1 മാസത്തിന്റെ ഉള്ളിൽ ഫൈനലൈസ് ആവും. ഇതിന്റെ ഉള്ളിൽ ആര് പെട്ടാലും, ഞാൻ സത്യം പറയാലോ, നമുക്ക് വ്യക്തിപരമായിട്ട് രാഷ്ട്രീയമൊക്കെ കേട്ടോ, പക്ഷെ ഇതിൽ ആര് പെട്ടാലും നമ്മൾ കൈയടിച്ച് പാസ്സാക്കും. ഗുഡ് SIT സലോട്ട് എന്ന് പറയും. അതാണ് എന്റെ ഒരു ശൈലി. അപ്പൊ ആയിക്കോട്ടെ. വ്യക്തമാണ്. ശ്രീ KG കുമാറാണ്, കൊട്ടാരക്കരയിൽ നിന്നാണ്. ശ്രീ KG കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ആരും അങ്ങനെ പരസ്യമായി തന്ത്രിയെ ന്യായീകരിച്ചെത്തിയില്ല എന്നുള്ളത് ഒരു വശം. പക്ഷെ അപ്പോഴും ചിലരെങ്കിലും അതിനെ ന്യായീകരിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. അല്ല, ഈ തന്ത്രിയെ ന്യായീകരിക്കുന്നില്ലയോ എന്നുള്ളതല്ല കാര്യം. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കടകംപള്ളി സുരേന്ദ്രനാണ് അന്ന് ദിവസം മന്ത്രിയായിട്ടിരുന്നത്. അന്ന് കടകംപള്ളി സുരേന്ദ്രനാണ്. അപ്പോ ഈ തന്ത്രിയെ പിടിക്കുന്നതിന് മുമ്പ് ആ മന്ത്രിയെയും കൂടെ അറസ്റ്റ് ചെയ്യണമായിരുന്നെന്നാണ് എന്റെ അഭിപ്രായം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയം ചോദിച്ചോട്ടെ. മന്ത്രിയുടെ മൊഴി എടുത്തു അവർ. ആ മൊഴി എടുത്തു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ മൊഴിയെടുത്തു. ഇദ്ദേഹത്തിന് മൊഴിയെടുത്തു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിട്ടല്ലോ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നത്. ഇത് അന്വേഷണ സംഘത്തിന് പോലും ഒരു കോടതി നിയന്ത്രണത്തിൽ വരുമ്പോൾ ഹൈക്കോടതിയിൽ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു, ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തു, എന്തുകൊണ്ട് വെറുതെ വിട്ടു, ഇതെല്ലാം മറുപടി പറയേണ്ടി വരുമല്ലോ. അവർക്ക് കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രി ആയതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെതിരെ തെളിവില്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ? അല്ല, ആ കടകംപള്ളി സുരേന്ദ്രൻ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശബരിമലയിലെ ഇങ്ങനെയുള്ള ഒരു കാര്യവും മന്ത്രി അറിയേണ്ട യാതൊരു ആവശ്യമില്ല, തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ശബരിമല പോലെ ഇത്രയും സുപ്രധാനമായ ഒരു ക്ഷേത്രത്തില് ഇങ്ങനെയുള്ള ഒരു കാര്യം ഈ ഉദ്യോഗസ്ഥ തലത്തിൽ അറിയുകയും അത് മന്ത്രിയെ അറിയിക്കുകയും ചെയ്യേണ്ടിയിരിക്കുമല്ലോ. അല്ലാതെ അവരുടെ ഇഷ്ടത്തിന് ഏതെങ്കിലും കാണിച്ചതുകൊണ്ടല്ലേ ഉദ്യോഗസ്ഥർ അകത്ത് കിടക്കുന്നത്? ഈ പോറ്റി കാണിച്ചത് എല്ലാം തങ്ങ ശരിയാണ്. പോറ്റി കാണിച്ചത് ആരും ന്യായീകരിക്കുന്നില്ല. ആൾ തന്ത്രിയല്ലേ? അല്ല, ഏറ്റവും അടുത്ത തന്ത്രിയുടെ കെയർ ഓഫിൽ അവിടെ വന്നത്. പക്ഷെ വേറൊരു കാര്യമാണ്, ഈ ക്രമേണ ഈ തന്ത്രിയായിട്ട് ആളുകളൊക്കെ ഓരോ സ്ഥലത്ത് പോയി വൻ സമ്പന്നന്മാർക്ക് വേണ്ടി പൂജ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അത് അവർ തന്നെ സംഭവിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ പറയുന്നുണ്ടെന്നല്ല, അവർ തന്നെ അവരുടെ മൊഴിയിൽ അവർ സംഭവിച്ചല്ലേ. അവർ ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ട്, അയാളുടെ ജ്വല്ലറിയിൽ പോയിട്ടുണ്ട്, അവിടെ വീട്ടിൽ പോയിട്ടുണ്ട്, അവിടെ പൂജ നടത്തിയിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അവർ തന്നെ പറയുന്നുണ്ടല്ലോ. ഈ പൊതുസമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിലെന്ന് പറഞ്ഞാൽ പണ്ട് ഈ മുണിച്ചന്റെ ഡയറിയിലൊക്കെ ഇദ്ദേഹത്തിന്റെ മാസപ്പടി ഉള്ള ആ ഒരു ഓർമ്മയിലാണ് ജനങ്ങൾ മൊത്തം നിൽക്കുന്നത്. അപ്പൊ ആ ഒരു ഇത് ഓർമ്മയിൽ നിന്നുകൊണ്ട് ഈ കേസിൽ അദ്ദേഹം ഉണ്ട് എന്ന് പറയാൻ കഴിയുമോ? ആൾക്കാർ തികട്ടുന്നുണ്ട്. കാര്യം ഇയാള് ഒന്നും അറിയത്തില്ല എന്ന് പറയുന്നതിനകത്ത് ഇതില്ല എന്നുള്ള ഇത് ഇതെന്താ ഏറ്റവും കുറഞ്ഞത് മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് തെറ്റുപറ്റി പോയി. സംശയം ഇതാണ്, അങ്ങനെ മൊഴിയെടുത്തപ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും തെളിവുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യില്ലേ? അത് ഈ പത്മകുമാരനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അത് മുൻ MLA ആണ്. കാര്യം ഈ ജില്ലാ കമ്മിറ്റി അംഗവും ഒക്കെ ആണെങ്കിൽ മുൻ MLA പ്രധാനപ്പെട്ട ഒരു നേതാവും CPMന്റെ പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ്. അറിയാം. കുറെ കോന്നിയില് MLA ആയിരുന്ന ആളാണ്. പത്തനംതിട്ട ജില്ലയിൽ ഏറെക്കാലം പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രമുഖനായ CPM നേതാക്കളിൽ ഒരാൾ തന്നെയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ പാർട്ടി വന്ന ആളാണ്. അതൊക്കെ ശരിയാണ്. പക്ഷെ പൊതുവിൽ ഇങ്ങനെ ജനങ്ങൾക്ക് ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തന്ത്രി കുടുംബത്തിൽ താന്ത്രിക അവകാശം കിട്ടുന്നത് തന്നെ കുടുംബപരമായി അവർക്ക് കിട്ടുന്ന അവകാശമാണ്. ആ അവകാശത്തിൽ ഏത് കാര്യത്തിലും ശബരിമലയിൽ കട്ടിളപ്പാളി ഇളക്കണമെങ്കിലും മറ്റേതെങ്കിലും സ്വർണ്ണപ്പാളി ഇളക്കണമെങ്കിലും വെക്കണമെങ്കിലും എല്ലാം ഇവരുടെ അനുമതി വേണം. അങ്ങനെയൊക്കെ അനുമതി കൊടുത്തിട്ട് ഇവരിതെല്ലാം ചെയ്തിട്ട് ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? നിങ്ങൾക്ക് ഗായത്രി മന്ത്രം അറിയാവോ? കേട്ടില്ല. ഗായത്രി മന്ത്രം അറിയാവോ? എനിക്കറിയാമോന്നോ? ഓം ഭൂർഭുവസ്വ അങ്ങനെ തുടങ്ങാണ് ഗായത്രി മന്ത്രം. അതൊരു തിരുമേനിയോട് എല്ലാ തിരുമേനിമാർക്കും അറിയാം സംസ്കൃതം. പിന്നെ അമ്പലത്തിൽ വെച്ചാൽ എല്ലാ അമ്പലത്തിലും പറയില്ല. പല അമ്പലത്തിലും പല പൂജാ വിധി അറിയാവോ? അയ്യപ്പന്റെ അമ്പലം വേറെ, ദേവിയുടെ അമ്പലം വേറെ, ഹനുമാന്റെ അമ്പലം വേറെ. ഏറ്റവും കൂടുതൽ പൂജിക്കാൻ പാട് ഹനുമാന്റെ അമ്പലത്തിലാണ്. അത് സംസ്കൃതത്തിൽ ഭയങ്കര ഒച്ചയ്ക്ക്
ആ സംസ്കൃതം പറയണം. നമുക്ക് ചിലപ്പോൾ ജീവിതം വരും കേട്ട് കഴിഞ്ഞാൽ. അതാണ് അതിന് അയ്യപ്പൻ അമ്പലത്തിന് ഒരു ജസ്റ്റിസ് എന്നിട്ട് ചോദിച്ചാൽ അവർ മന്ത്രങ്ങളൊന്നും അറിയില്ല എന്നാണ് ജസ്റ്റിസ് പരിപൂർണൻ പറഞ്ഞത്. ജസ്റ്റിസ് പരിപൂർണ്ണ അങ്ങനെ അവർ പറയില്ല, അവർ അറിയില്ല പറയുള്ളൂ. മൊത്തം എനിക്കറിയാമല്ലോ. ഈ ജസ്റ്റിസ് പരിപൂർണ ജസ്റ്റിസ് തിരുമേനി അത്ര വലിയ തിരുമേനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ കളിയാക്കണല്ലോ. ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിയേക്കാൾ വലുതാണോ ഒരു അമ്പലത്തിലെ തന്ത്രി? ആ തന്ത്രിയായിക്കോട്ടെ, അവരോട് അങ്ങനെ ചോദിക്കാൻ കൊള്ളോ? അങ്ങനെ ചോദിക്കാൻ മോശമല്ലേ? അങ്ങനെ മോശപ്പെട്ട പ്രവൃത്തിക്ക് പോയത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ വന്നത്. എന്തിനായിരുന്നു ഈ കണ്ഠരര് മോഹനരെ അറസ്റ്റ് ചെയ്തതും എന്നൊക്കെ താങ്കൾക്ക് അറിയാമല്ലോ. അതിനി ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല മോഹൻ, അത് കേസ് വേറെ. ഏത് കേസ് വേറെ ആയാലും ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ ഇതൊക്കെ തന്നെയാണ്. നിങ്ങക്ക് ലളിതാശാസ്ത്രം അറിയാവോ? മറ്റേ ഇത് അറിയാവോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ അറിഞ്ഞിട്ടില്ല. അറിയണേ പല അമ്പലത്തിനും പല പൂജയാണ്. അല്ല അവർക്ക് ബുദ്ധിമുട്ടുള്ള. ഈ താങ്കള് ഗൂഗിൾ ചെയ്തിട്ട് ഈ ജസ്റ്റിസ് പരിപൂർണൻ ആരാണ് എന്ന് വായിക്കാം. ജസ്റ്റിസ് പരിപൂർണൻ എനിക്കിതിനെ കുറിച്ച് അറിയില്ല. അല്ലെങ്കിൽ കേരളത്തിൽ എന്തായാലും കേരളത്തിലൊന്നും ഇല്ലേ? കേരളത്തിലും ഇന്ത്യയിലും ജീവിച്ചിരിക്കുന്ന ആ കാലത്ത് ചെയ്തിരുന്ന ഒരാളിൽ അല്ലെങ്കിൽ അറിവുള്ള ഒരാളിൽ ഏറ്റവും പ്രമുഖനായ ഒരാളാണ് ജസ്റ്റിസ് പരിപൂർണൻ. അങ്ങനെ ഒരാൾക്ക് ശബരിമലയിലെ ആചാരത്തെ കുറിച്ച് സംസ്കൃതത്തിൽ അഗാധമായ പാണ്ഡിത്യമുണ്ട്, മന്ത്രതന്ത്രങ്ങളിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ഒരാളാണ് ജസ്റ്റിസ് പരിപൂർണൻ. അദ്ദേഹമാണ് ഇവരോട് ചോദിച്ചത്. ഈ താഴമൺ കുടുംബം എന്ന് പറഞ്ഞാൽ 12,000 പഴക്കമുള്ള കുടുംബമാണ്. എല്ലാ കുടുംബവും താങ്കളുടെ കുടുംബം അതിനേക്കാളും പഴക്കമുള്ളല്ലേ? ശ്രീ പ്രദീപ്, എന്റെയും താങ്കളുടെ ഒക്കെ കുടുംബം ഈ 12,000 അല്ല അതിനേക്കാളും പഴക്കമുള്ളവരാണ്. അത് ഇവിടുത്തുകാരല്ല, ഇവിടെ വന്ന് കയറിയാണ്. വന്ന വർഷം വരണം. അല്ല വന്ന വർഷമായാലും ഇവിടെ തന്നെ ജീവിച്ച മനുഷ്യരാണെങ്കിൽ അതിനേക്കാളും ഒക്കെ ഇവിടെ മനുഷ്യരുടെ കാലം മുതൽ നമ്മുടെ എല്ലാം കുടുംബത്തിന് പാരമ്പര്യമുണ്ട്. അവിടെ എല്ലാം പിന്നോട്ട് അവിടെ എല്ലാം അച്ഛന്റെ അമ്മയുടെ അമ്മ അങ്ങനെ പുറകോട്ട് പോയാൽ എല്ലാവരുടെയും പോകും. താഴ്മ കുടുംബത്തിന് മാത്രമായി പ്രത്യേകിച്ച് ബ്രാഹ്മണ. ഈ കേരളത്തിൽ അവരുടെ പൂജയല്ല. ഇപ്പൊ പറഞ്ഞാലും അത് ബ്രാഹ്മണനാ. പക്ഷെ തമിഴ്നാട്ടിൽ ബ്രാഹ്മണ, തുളു ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അതൊക്കെ പോട്ടെ, അതെന്തോ ആയിക്കോട്ടെ. ഈ താങ്കൾ പറയുന്നത് ഈ ശബരിമല സ്വർണ്ണ മോഷണത്തിൽ ഈ തന്ത്രിക്ക് പങ്കുണ്ട് എന്നാണോ ഇല്ലെന്നാണോ? അത് ചിലപ്പോ കാണൂല. ഞാൻ ഇത് നിങ്ങളിങ്ങനെ ഈ അവരോട് തർക്കി കണ്ടപ്പോ ഞാൻ വിളിച്ചാൽ ഞാൻ വിളിക്കില്ലായിരുന്നു. ഈ കേസിൽ കള്ളന്മാരാണെന്ന് പിടിച്ചോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. എനിക്ക് പ്രശ്നം പരാതിയൊന്നുമില്ല. ഞാൻ തന്ത്രിക്ക് സംസ്കൃതം അറിയാമെന്ന് ഞാൻ പറഞ്ഞോട്ടെ. ശരി, സംസ്കൃതം അറിയാമയ്യാന്ന് പറഞ്ഞത് ഞാനല്ല, ജസ്റ്റിസ് പരിപൂർണാണ്. അത് പരിപൂർണ എനിക്കറിയാൻ വരാനെ പറ്റി. പരിപൂർണന്റെ അറിവിനെ കുറിച്ച് എനിക്ക് സംശയമില്ല. എനിക്ക് അറിയില്ല സംസ്കൃതത്തിൽ ഏതെങ്കിലും പ്രാഥമികമായ പഠിച്ചിട്ടുണ്ട്, കോളേജിൽ പഠിച്ചിട്ടുണ്ടെന്നതിനപ്പുറത്തേക്ക് എനിക്ക് അതിനപ്പുറത്തേക്ക് അല്ല അത് പറഞ്ഞു. അതൊക്കെ അറിയാണ്ടിരിക്കാൻ പറ്റൂ. 10-83 വയസ്സിലെ ആളല്ലേ, അതൊക്കെ അറിയാണ്ടിരിക്കാൻ പറ്റൂ? അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ആ റിപ്പോർട്ടിനെതിരെ ഇവർ എവിടെയെങ്കിലും കോടതിയിൽ പോവുകയോ ആ പരാമർശം നീക്കണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ അറിയാൻ വേണമെന്ന് പറഞ്ഞു കോടതിയിൽ പോകാൻ പറ്റും. അങ്ങനെ പോകില്ലേ? ഇപ്പോൾ താങ്കൾ ഒരു മോശക്കാരനാണ് എന്ന് പറഞ്ഞ ഒരു കോടതിയിൽ എവിടെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ താങ്കൾ മോശക്കാരൻ അല്ലെങ്കിൽ താങ്കൾ കോടതിയിൽ പോകില്ല, ആ പരാമർശം നീക്കണമെന്ന് ആവശ്യപ്പെട്ടില്ല. ഇപ്പൊ ഒരാളെ കയറി 2 അടി കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കില്ലാത്തവരോട് കൊടുക്കുന്നവരുണ്ട്. ചിലര് പോകില്ല. അത് തന്നെ, അത്രയുള്ള സംഭവം. അത് വേറൊന്നുമില്ല. അഭിമാനമുള്ള മനുഷ്യരാണ്, അല്ലെങ്കിൽ അവർക്ക് പണമില്ല, സ്വാധീനമില്ല എങ്കിൽ പോകാതിരിക്കാം. അല്ലാതെ അത്യാവശ്യം പണമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, സാമ്പത്തിക ശേഷിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം ഒരാളെ അപമാനത്തിന്റെ അങ്ങേ അറ്റത്തെ കുഴിയിലേക്ക് കൊണ്ട് തള്ളിയിടുന്ന ഒരു റിപ്പോർട്ട് എഴുതി വെച്ച ആ റിപ്പോർട്ടിനെതിരെ ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അവർ പോകേണ്ടതല്ലേ? അവിടുത്തെ ഗായത്രി മന്ത്രം നിങ്ങളെ രാഹുൽ ഈശ്വറോ തന്നെ വിട്ടു ചോദിച്ചൊക്കെ പാടാറിയാവുന്നു. ഗായത്രി മന്ത്രം എനിക്കറിയില്ല, പുള്ളിക്ക് അറിയാവില്ല. ശരി, ഓക്കെ. ഞാൻ പറയാൻ വേണ്ടി വിളിച്ചോട്ടെ, വേറെ ഒന്നുമില്ല. ഇപ്പം ശ്രീ കൃഷ്ണൻകുട്ടിയാണ്, മണിമലയിൽ നിന്നാണ്. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ തന്ത്രി കുടുംബത്തെ യഥാർത്ഥത്തിൽ നമ്മളിത് വിഷയം ചർച്ച ചെയ്ത് 1.25 മാസം മുമ്പാണ്. SIT അന്വേഷണം ഇപ്പോൾ എന്തായാലും ആ തന്ത്രിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ തന്ത്രിയിലേക്ക് എത്തുമ്പോൾ ചിലർക്കെങ്കിലും അതൊരു പ്രയാസം, അല്ലെങ്കിൽ ചിലർക്കെങ്കിലും അത് പൊള്ളുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. നമ്മൾ ഈ വയലാറിന്റെ ഒരു പാട്ടുണ്ട്, ശബരിമലയിൽ തങ്ക സൂര്യോദയം. ഇപ്പോഴാണ് ശബരിമലയിൽ ശരിക്കുള്ള സൂര്യോദയം വന്നതെന്നാണ് ഞാൻ പറയുന്നത്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ താങ്കൾ. ശബരിമലയിൽ ശരിക്കുള്ള സൂര്യോദയം ഇപ്പോഴാണ് വന്നത്. എന്താന്ന് വെച്ചാല് ഇത് നാളുകളായിട്ട് അവിടെ കാര്യങ്ങൾ ഇതുപോലെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇതിന്റെ എല്ലാം നടക്കുമ്പോഴും അവിടെ ഉണ്ടായിരുന്ന ഒരേ ഒരാൾ ഈ തന്ത്രിയാണല്ലോ. ഈ ദേവസ്വം ബോർഡ് മെമ്പർമാര് വരികയും പോവുകയൊക്കെ ചെയ്യുന്നവരാണ്. അവിടുത്തെ എല്ലാ കാര്യങ്ങളും ആദ്യം മുതൽ അവസാനം വരെ A to Z അറിയുന്ന ആൾക്കാര് ഈ തന്ത്രിമാരാണ്. അവിടെ എന്താകാൻ പാടില്ല എന്നൊക്കെ അറിയുന്നത് തന്ത്രിക്കാണ്. ആ ഒരു അവസരത്തിലാണ് ഈ സംഗതി അന്വേഷണം വരികയും ഇപ്പൊ ഇതാ ഒടുവിൽ
തന്ത്രിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഈ പോലീസ് അറസ്റ്റ് ചെയ്തതിനെ പറ്റിയിട്ട് പല ആൾക്കാർക്ക് ഈ വിഷമം എന്താന്ന് വെച്ചാൽ, ഈ അയ്യപ്പന്റെ പൂജയും മറ്റുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അയ്യപ്പനിലെ ഒരു 2ാം സ്ഥാനമാണ് ഈ തന്ത്രിമാർക്കും പൂജാരിമാർക്കും ഒക്കെ ഭക്തർ കൊടുക്കുന്നത്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ ചെന്ന് പെട്ട് കഴിയുമ്പോഴേക്ക് ഈ ഭക്തരുടെ ഭക്തിക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് വിഷമം. അപ്പൊ ആ രീതിയിൽ ചിന്തിക്കുന്നവരാണ് ഇതിൽ ഈ കുണ്ഠിതപ്പെടുന്നത്. കുണ്ഠിതപ്പെട്ടിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. കാര്യം എന്താ, എന്തെങ്കിലും ഒരു തെളിവിന്റെ ഒരു കണിക പോലും ഇല്ലാതെ ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി മേൽനോട്ടം വഹിക്കുന്ന ഒരു കേസിൽ ആരെയെങ്കിലും SITക്ക് പ്രത്യേകമായിട്ട് താല്പര്യം വെച്ച് തൊടാൻ പറ്റുമോ? തൊടാൻ പറ്റത്തില്ല. കാരണം അവിടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വള്ളി വിസർഗം വിടാതെ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഇതുവരെ ബോധ്യപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും ഹൈക്കോടതി സമ്മതിച്ച് SITയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. SITയെ ഇതുവരെ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ എവിടെയെങ്കിലും പെശകുണ്ടെന്നോ മിസ്റ്റേക്ക് ഉണ്ടെന്നോ അവരെ വിമർശിക്കുകയോ എന്തെങ്കിലും അവർക്കെതിരായി പറയുകയോ ഹൈക്കോടതി ചെയ്തതായിട്ട് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഹൈക്കോടതി നടക്കുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് SIT നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് കേരള സർക്കാർ അല്ലെ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒന്നും അതിനകത്ത് ഇടപെടുന്നതായിട്ട് തോന്നേണ്ട ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടുമില്ല. അപ്പൊ ആ സാഹചര്യത്തിലാണ് ഇപ്പൊ ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തന്ത്രി അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കാണ് ഈ വിഷമം വന്നിരിക്കുന്നത്. ഇപ്പോ ചില രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ ചോദിക്കുന്നത് തന്ത്രിയോ മന്ത്രിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. അത് അവരുടെ വിഷമമാണ്. അവർക്ക് തന്ത്രിയൊന്നുമല്ല കാര്യം, അവർക്ക് രാഷ്ട്രീയമാണ് കാര്യം. അവർക്ക് എങ്ങനെയായാലും CPMന്റെ ഒരു മന്ത്രിയോ മുൻ മന്ത്രിയോ പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാകും. പക്ഷെ അത് അങ്ങനെ സന്തോഷിപ്പിക്കാനുള്ള എന്തെങ്കിലും കിട്ടിയിട്ടല്ലേ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്ത്രിയെ പിടിച്ചതിനകത്ത് കുഴപ്പമില്ലെന്നല്ല. ഇന്നിപ്പം കുറച്ചു മുമ്പ് ഒരു വാർത്തയെ കണ്ടെന്താന്ന് വെച്ചാല്, ഇനിയും ഈ സ്വർണ്ണപ്പാളിയും അതിന്റെ കട്ടറയൊക്കെ ഇളക്കിയ കേസില് തന്ത്രിയെ അതിലും പെടുത്തിയിട്ട് ഏതാണ്ട് ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളെ ചേർക്കാൻ പ്ലാൻ ചെയ്യുന്നു എന്നാണ് മറ്റൊരു ചാനലിൽ ഞാൻ കണ്ടത്. അപ്പൊ ഇത് കേൾക്കുന്നവർക്കൊക്കെ വിഷമം തോന്നും, സ്വാഭാവികമായിട്ട് വിഷമം തോന്നും. വിഷമം തോന്നിയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഭക്തി വേറെ വശത്ത് വയ്ക്കുക, സത്യം വേറെ വശത്ത് വയ്ക്കുക. ഇന്നത്തെ ഒരു പ്രമുഖ പത്രം വായിച്ചു, ഞാൻ പ്രമുഖ പത്രം എന്ന് പറയുന്ന പേര് പറയുന്നില്ല, ആ പത്രത്തിന്റെ മുൻ പേജ് കണ്ടാല് കറുത്ത ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നത് ആ പത്രം. അപ്പൊ അവരുടെ പക്ഷപാതിത്വം എത്രയുണ്ടെന്ന് മനസ്സിലാവുമല്ലോ. അപ്പം ചില മാധ്യമങ്ങൾ മാത്രം കൂടെ ഈ പറയുന്ന തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിൽ വിഷമിക്കുന്നുണ്ട്. എന്തിനു വിഷമിക്കുന്നു? അവർക്ക് അത് വെച്ചിട്ട് ഈ ശബരിമല വിഷയം വെച്ചിട്ട് വിഷമം എന്തായാലും ന്യൂസ് 18 എന്തായാലും ന്യൂസ് 18 കാര്യമല്ല പറഞ്ഞത്. ന്യൂസ് 18 കാര്യം പറഞ്ഞില്ല. മാസം മുമ്പ് തന്നെ നവംബർ 26-ാം തീയതി നവംബർ 30-ാം തീയതി ഒക്കെ ഈ വിഷയം തന്ത്രി ന്യൂസ് 18 കാര്യം പറഞ്ഞില്ല എന്ന് തന്നെ ചർച്ച ചെയ്തു. ന്യൂസ് 18 കാര്യം പറഞ്ഞില്ല. നമ്മൾ ഈ വിഷയം പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ട് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് ഞാൻ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളുടെ അതേ ലൈനിൽ കൂടെയാണ് കാര്യങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വന്നേക്കുന്നതനുസരിച്ച് ഈ തന്ത്രിക്ക് കൊടുത്തേക്കുന്ന ഈ വരാൻ സാധ്യതയുള്ള ചാർജില് ജീവപര്യന്തം ശിക്ഷ കിട്ടാൻ വരെയുള്ള സംഗതികളെ ചേർക്കുമെന്നാണ് അറിയുന്നത്. എന്ന് മാത്രമല്ല, തന്ത്രിയും പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. അതൊരു മുഖ്യ തെളിവായിട്ട് മാറും അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനെ കാര്യങ്ങൾ കൂടുതൽ വെളിവായിട്ട് വരട്ടെ. ഈ ന്യൂസ് 18 പോലുള്ള ചാനലുകളും ഈ യഥാസമയം ഞങ്ങളെ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ടിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തമാണ്. ശ്രീ മനോജാണ് ബാംഗ്ലൂരിൽ നിന്നും. ശ്രീ മനോജ്, താങ്കളിലേക്ക് ഒരു മിനിറ്റ് ഒന്ന് ക്ഷമിക്കുക, നമുക്ക് വേഗത്തിൽ ചില കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ഷിജു കിരിയത്ത്, നമസ്കാരം കിരൺ, സുഖമാണോ എന്ന് ചോദിക്കുന്നു. BJP സ്റ്റാർട്ടഡ് ടു ഡിഫെൻഡ് ഹിം ആസ് പെർ ലോ ബൈ മനുസ്മൃതി എന്നാണ് ഷിജു കിരിയത്ത് പറയുന്നത്. പിന്നീടും കുറച്ചുകൂടി ഷിജു കിരിയത്ത് തന്നെ മറ്റുള്ളവരുടെ കൂടി വായിക്കാം. തന്ത്രിയും അയ്യപ്പനും തമ്മിൽ സംസാരിക്കുന്ന ഭാഷ ഇന്നേവരെ ആർക്കും അറിഞ്ഞുകൂടാ, ഗൂഗിൾ തപ്പിയിട്ടും കിട്ടുന്നില്ല, ആർക്കെങ്കിലും അറിയാമോ എന്ന് സദാനന്ദൻ MK ചോദിക്കുന്നു. അതൊക്കെ ഓരോരുത്തരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി പറയുന്നതാണ്. അതിന് ശാസ്ത്രീയമായ അടിത്തറയുടെ അടിസ്ഥാനത്തിലല്ല അത്തരം കാര്യങ്ങളൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതിന് നമുക്ക് ആ തരത്തിൽ കളിയാക്കുന്നത്, വിശ്വാസികൾക്ക് അത് വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. ഡു നോട്ട് ബ്ലൈൻഡ്ലി ട്രസ്റ്റ് എനിവൺ എന്ന് പറയുന്നു. ബാലൻ 8473 ആണ്. സോ മെനി ബിഗ് ഗൺസ് ആർ ഇൻവോൾവ്, സോ വെയിറ്റ് ആൻഡ് വാച്ച് എന്നാണ് പറയുന്നത്. ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്ന് വയലാർ എഴുതിയത് ഇപ്പോഴാണ് അന്വർത്ഥമായതെന്ന് AK കൃഷ്ണൻകുട്ടി പറയുന്നു. പ്രോഗ്രാം ആങ്കർ കുഡ് നോട്ട് ഓവർ റൈറ്റ് മിസ്റ്റർ സദാശിവൻ എന്ന് പറയുന്നു. ശ്രീ മുരളീധരനാണ്. മുരളീധരൻ സ്ഥിരമായി ഇങ്ങനെ പറയുന്ന ഒരാളാണ്. അതിൽ എനിക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. അത് വായിക്കാതിരിക്കേണ്ട കാര്യവുമില്ല, അതുകൊണ്ട് തന്നെയാണ് വായിക്കുകയും ചെയ്യുന്നത്. സദാശിവനെ പുതിയ തന്ത്രിയാക്കണമെന്ന് VC തോമസ് പറയുന്നു. തമാശയായിട്ടാണ് തോന്നുന്നു. മുതിർന്ന രാഷ്ട്രീയ കള്ളന്മാർ പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളുന്നത് എന്തുകൊണ്ടാണ്? മന്ത്രി അറിയാതെ ദേവസ്വം ബോർഡിൽ യാതൊരു നടക്കണമെങ്കിൽ അയാൾ മന്ത്രിപ്പണിക്ക് യോഗ്യനല്ല എന്ന് സുനിൽകുമാർ പറയുന്നു. അമാവാസിക്കും അബ്ദുള്ളയ്ക്കും തമ്മിൽ ആദ്യ അക്ഷരത്തിൽ മാത്രമേ ബന്ധമുള്ളൂ എന്ന് മുരളീധരൻ പറയുന്നു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. തന്ത്രി അറിയാതെ നടക്കില്ല എന്ന പോലെ മന്ത്രി അറിയാതെ നടക്കില്ല എന്ന് പറയാനുള്ള അന്തസ്സ് കൂടി കാണിക്കണം എന്ന് പറയുന്നു. ശ്രീ സുനിൽകുമാർ, മന്ത്രി അറിയാതെ ശബരിമലയിൽ ഇത്തരം കാര്യങ്ങൾ നടത്താം,
നിയമപരമായി മന്ത്രി ഇത് അറിയേണ്ടതില്ല, രാഷ്ട്രീയമായി അറിയേണ്ടതുണ്ടെങ്കിലും അല്ലെങ്കിൽ ധാർമ്മികമായിട്ടൊക്കെ വേണമെങ്കിൽ ഒരു ഉത്തരവാദിത്തം പറയാം. അതിനപ്പുറത്തേക്ക് മന്ത്രിയുടെ അനുമതി വേണ്ട ശബരിമലയിൽ സ്വർണ്ണപ്പാളി ഇളക്കുന്നതിനോ അല്ലെങ്കിൽ അവിടെ മാറ്റി വേറെ എന്തെങ്കിലും വെക്കുന്നതിനോ. പക്ഷേ തന്ത്രിയുടെ അനുമതി ഇതിനെല്ലാം വേണം. അപ്പോൾ അതിന് പറയുന്നത് രണ്ടും വ്യത്യാസമുണ്ട്. തന്ത്രിക്ക് അവകാശമുള്ള ആളാണ്, മന്ത്രിക്ക് അവിടെ അവകാശമുള്ള ആളല്ല എന്ന വ്യത്യാസം കൂടിയുണ്ട്. അവിടുത്തെ ആചാരപരമായ കാര്യങ്ങളും ഇത്തരം ശബരിമല ശ്രീകോവിലുമായി ബന്ധപ്പെട്ടതല്ല. റോഡ് നിർമ്മിക്കുന്ന കാര്യത്തിലാണെങ്കിൽ തന്ത്രിയല്ല, മന്ത്രിക്കാണ് അവകാശം. അവിടെ മന്ത്രിയാണെന്ന് തന്നെ നമ്മൾ ചോദിക്കുമല്ലോ. എത്രയോ തവണ അവിടുത്തെ വികസന വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നു. അപ്പോൾ അങ്ങനത്തെയുള്ള അന്തസ്സ് കുറവൊന്നും ഞങ്ങൾക്കില്ല ശ്രീ സുനിൽകുമാർ. അത് സുനിൽകുമാറിനുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതേ, തന്ത്രി അറിയാതെ നടക്കുന്നില്ല എന്ന് മനോജ് പറയുന്നു. മേൽജാതിക്കാരനെ തൊട്ടപ്പോൾ BJPക്ക് നൊന്തുവെന്ന് ഷാജി ഭാസ്കരൻ പറയുന്നു. മണിയച്ചൻ മാസപ്പടി ഘടകം എവിടെയെന്ന് പ്രമോദ് ചോദിക്കുന്നു. ശിവദാസൻ കോടതിയിൽ പോകണം വിടുവാ പറയാതെ എന്ന് പറയുന്നു. ഇതിൻ്റെ പിറകിൽ ആരാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, അത് BJP തന്നെയെന്ന് മോൻസാക്ക് പറയുന്നു. ഇത് അദ്വൈതം സിനിമ പോലെ ആകുമോ? സ്വർണ്ണക്കവർച്ചയ്ക്ക് ഉത്തരവാദികളെ കണ്ടെത്തേണ്ട ബാധ്യത ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും തന്നെയാണ് എന്ന് നന്ദകുമാർ പറയുന്നു. അദ്വൈതം സിനിമ എന്ന് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമൊക്കെ ഏതുതരം രാഷ്ട്രീയമാണ് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമാണ്. അതെന്തായാലും ഒരു പുതിയ കാലത്തിന് പറ്റുന്നതോ അല്ലെങ്കിൽ അത്തരം ഒരു രാഷ്ട്രീയമല്ല അത്. ആചാരലംഘനം നടത്തിയ ഗവൺമെൻറ്റിനെ പറഞ്ഞപ്പോൾ അവതാരകൻ്റെ മുഖഭാവം മാറി എന്ന് പറയുന്നു. ഗവൺമെൻറ് ആചാരലംഘനം നടത്തിയ ശ്രീ മുരളീധരൻ എവിടെയെങ്കിലും എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ആചാരലംഘനത്തിനെതിരെ ഗവൺമെൻറ്റിനെതിരെ കേസ് പോകാമല്ലോ. ശ്രീ മുരളീധരൻ തന്നെ അങ്ങനെ അങ്ങ് ചെയ്യൂ. എനിക്ക് ബോധ്യമില്ലാത്ത കാര്യത്തിൽ എനിക്ക് തെറ്റായ കാര്യം പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കാതിരിക്കാനും കഴിയില്ല. കൃഷ്ണദാസ് 5433 ആര് ഭരിച്ചാലും ശബരിമല വിവാദവും അഴിമതിയും തീരില്ല. തിരമാല പോലെ ഒന്നിനു പുറകെ ഒന്നായി വരും. ഇനി ബ്രാഹ്മണനല്ല കീഴാളൻ പൂജിച്ചാലും ഒരു മാറ്റവും വരില്ല. കോടാനുകോടി പണം പറയുന്നവരുടെ ശബരിമല അനേകം. തന്ത്രിയും പോറ്റിയും കൊള്ള നടത്തിയെങ്കിൽ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ജീവനക്കാരും ചുമ്മാ കൂട്ടുനിന്നോ പാവങ്ങളെന്ന് ചോദിക്കുന്നു. അങ്ങനെ കുറേയേറെ ചോദ്യങ്ങൾ കൂടിയുണ്ട്. ഇനി പുതുതായിട്ടുള്ള ഒരേ ആളുകൾ തന്നെയാണ് കൂടുതൽ കമൻറ്റുകൾ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ കമൻറ്റുകളും വായിക്കാൻ കഴിയാത്തതിന് ഇടയ്ക്ക് ആരുടെയും വിട്ടുപോയിട്ടുണ്ടാവും ചിലപ്പോൾ. ശ്രീ മനോജ് ബാംഗ്ലൂരിൽ നിന്ന്. ശ്രീ മനോജ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? നമസ്കാരം, ഞാൻ മനോജ് ബാംഗ്ലൂരിൽ നിന്നാണ്. അപ്പം ഹലോ, പറഞ്ഞോളൂ ശ്രീ മനോജ്. നമ്മുടെ ആ ഹെഡിങ് തന്നെ വളരെ രസമുള്ള കാര്യമാണ്. തന്ത്രിയെ തൊട്ടാൽ പൊള്ളുന്നത് എന്തിന്? ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ പറയേണ്ടത്, എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അപ്പം ഒരു ആചാര ലംഘനമോ അല്ലെങ്കിൽ ഒരു കള്ളത്തരവോ തുറന്നു കാണിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ആചാര ലംഘനമാകുന്നത്, അല്ലെങ്കിൽ ഒരു ജാതിയെ അല്ലെങ്കിൽ ഒരു മതത്തെ സംഭവിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ സ്ത്രീ പ്രവേശനവുമായിട്ട് ഫസ്റ്റ് ഒരു വിധി സുപ്രീം കോടതി വിധി വന്നപ്പം അതിനെ അംഗീകരിച്ചതാണ് നമ്മുടെ RSSും ഹിന്ദു സംഘടനകളും എല്ലാം. അത് വേറെ രീതിയിലേക്ക് മാറ്റിയെടുത്തതാണ്. അപ്പം ഈശ്വരനെ സംബന്ധിച്ചോളം നമ്മുടെ ഈ പ്രപഞ്ചത്തിന്റെ സർവ്വചരാചരങ്ങളും ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സൃഷ്ടിയില് അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ മൃഗമെന്നോ ഒരു വ്യത്യാസവും ഈശ്വരനില്ല. ഈശ്വര ദർശനത്തിന് നമുക്ക് ഈ വിഷയത്തിലേക്ക് വരും. അധികാരമുണ്ട്. അപ്പം നമ്മുടെ ഒരു കാര്യം പറഞ്ഞാല്, ഇപ്പൊ ഈ തന്ത്രിയെ നമ്മൾ അറസ്റ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞു തന്നത്, അപ്പൊ ഒരു കാരണവശാൽ ഇപ്പൊ ഹൈക്കോടതിയുടെ മേലോട്ട് കിടക്കുന്ന ഒരു അന്വേഷണമാണിത്. അപ്പം ഒരു തെളിവോ അല്ലെ ഒരു ആധാരവോ ഇല്ലാണ്ട് ഒരു കാരണവശാലും അത്രയും മേലെ ഇരിക്കുന്ന ഒരാളിനെ SIT ഒരു കാരണവശാലും തൊടുവന്ന് കുറച്ചെങ്കിലും അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മുരളീധരൻ നായർ എഴുതിയിരിക്കുന്നു, ഞാൻ എഴുതിയത് വിഷമമാണെങ്കിൽ ഇനി എഴുതുന്നില്ല. ശ്രീ മുരളീധരൻ നായർ, താങ്കൾ എഴുതിയതിൽ വിഷമമോ സന്തോഷമോ ഒന്നുമില്ല. താങ്കൾ തെറ്റായ കാര്യങ്ങൾ എഴുതുമ്പോൾ അതിനെ എൻ്റെ അഭിപ്രായം ഞാൻ പറയും എന്നുള്ളതാണ്. അത് താങ്കൾ പറയുന്നതെല്ലാം അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ താങ്കൾ എഴുതുന്നത് വായിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ മര്യാദയാണ്. അല്ലാതെ എന്നെ പുകഴ്ത്തി എഴുതുന്നതോ അല്ലെങ്കിൽ ഈ പരിപാടിയെ പുകഴ്ത്തി എഴുതുന്നതോ മാത്രമല്ലോ ഞങ്ങൾ വായിക്കുന്നത്. എനിക്കെതിരെ മോശമായി അവതാരകൻ എന്ന നിലയ്ക്ക് എനിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതും മോശമായി എഴുതുന്നത് പോലും വായിക്കാറുണ്ട്. പരിപാടിക്കെതിരെ എഴുതുന്നതും ഒക്കെ വായിക്കാറുണ്ട്. അത് വായിക്കുന്ന ഒരു ജനാധിപത്യ മര്യാദയാണ്. താങ്കൾക്ക് താങ്കളുടേതായ അഭിപ്രായം, എനിക്ക് എൻ്റേതായ അഭിപ്രായം. ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായം പറയാനുള്ള വേദിയാണല്ലോ ഇത്. അല്ലാതെ ഒരേ അഭിപ്രായം പറയണോ അല്ലെങ്കിൽ നല്ല അഭിപ്രായം പറയണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ എതിരായ അഭിപ്രായം വന്നാൽ അതിനുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്യും. താങ്കൾക്ക് എഴുതുകയോ എഴുതാതിരിക്കുകയോ താങ്കളുടെ ഇഷ്ടം, അത് താങ്കൾക്ക് തീരുമാനിക്കാം. ശ്രീ പ്രസന്നനാണ് മാളയിൽ നിന്ന്. ശ്രീ പ്രസന്നൻ, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഈ തന്ത്രിയെ തൊടുമ്പോൾ ചിലർക്ക് പൊള്ളുന്നത് എന്തിനാണ്? നമസ്കാരം സാർ. നമസ്കാരം. നമ്മൾ വാസ്തവം പറഞ്ഞാൽ ഇത് തന്ത്രിയെ തൊടുമ്പോൾ പൊള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പൊള്ളാൻ പാടില്ല. കാരണം നമ്മുടെ ഇപ്പോൾ അന്വേഷണ സംവിധാനം അങ്ങനെ ആയതിന്റെ പേരിൽ നമ്മൾ അത് അംഗീകരിച്ചേ പറ്റൂ. പക്ഷേ നമ്മളുടെ മനസ്സിൽ ഇവരെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടല്ലോ, ആ സ്ഥാനത്തിന് കോട്ടം വരുന്നു എന്നുള്ള കാര്യത്തിൽ ഭക്തർക്ക് വിഷമമുണ്ടാവും, സ്വാഭാവികമാണ്. അല്ലാണ്ട് വേറെ നിയമപരമായിട്ട് നമുക്ക് അതിൽ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ പറയാൻ കഴിഞ്ഞാൽ ഇവർക്കൊക്കെ വളരെയധികം പൈസ
ഈ അല്ലാണ്ട് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ എന്ത് കാര്യത്തിനാണ് അവർ ഇത്ര മ്ലേച്ഛമായ പരിപാടികൾക്ക് ഇറങ്ങിത്തിരിക്കുന്നതെന്ന് എനിക്ക് എത്രമാത്രം ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. കാരണം അല്ലാണ്ട് തന്നെ വളരെയധികം പൈസ അവർക്ക് ഭക്തർ കൊണ്ട് കൊടുക്കണുണ്ട്, അല്ലാണ്ടും കിട്ടുന്നുണ്ട്. പിന്നെ ഇത് ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതൊരു കൂട്ടം, ഒരു വ്യക്തി ചെയ്തു എന്ന് വെച്ചാൽ നമുക്കത് മനസ്സിലാക്കാം. ഒരു വ്യക്തി ഒരു പ്രസ്ഥാനത്തിൽ ഒരു തെറ്റ് ചെയ്തു, ഇത് അടിതൊട്ട് മുടി വരെ കളങ്കമായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് അത് വളരെയധികം ആഴത്തിൽ തന്നെയാണ് ചിന്തിക്കേണ്ടത്, അന്വേഷിക്കേണ്ടത്. അതിപ്പോ ആ രീതിയിൽ പോകുന്നുണ്ട്, ആ കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം. പിന്നെ ഇതിലൊരു കാര്യം എനിക്ക് നമ്മളുടെ മനസ്സിൽ ഇവരെ ഉയർന്ന സ്ഥാനത്തിലിരിക്കുന്നവർ എവിടെയൊക്കെ ആയിരുന്നാലും നമ്മളുടെ മനസ്സിൽ അവർക്ക് ഒരു ഉയർന്ന സ്ഥാനം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന് വിപരീതമായിട്ട് അവർ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് തോന്നും. ഈ ബൈബിളിലൊരു വചനമുണ്ട്, മാലാഖന്മാർ ചെന്ന് കയറാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ ചെലുത്താന്മാർ നിഷ്പ്രയാസം കയറിയിരിക്കുന്നു എന്ന് ചൊല്ലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവരൊക്കെ ഇത്രയും ജനങ്ങള് ആദരിക്കുകയും ബഹുമാനിക്കുന്ന സ്ഥാനത്തിരുന്ന് ഇത്രയോ മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റണില്ല. ഞാൻ തന്നെ മുമ്പ് ഒരു 10-15 വർഷം മുമ്പൊക്കെ ശബരിമലയിൽ പോയി, എല്ലാ വർഷം പോണ ആളാണ്. പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ തന്ത്രിയെ കണ്ടൊക്കെ ഒന്ന് വണങ്ങുക, അവർക്കൊരു ചെറിയ ദക്ഷിണ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സന്തോഷമായിരുന്നു. 15 വർഷം മുമ്പ് ഞാൻ ചെന്നിങ്ങനെ ദക്ഷിണ കൊടുത്തപ്പോ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ അതിനുശേഷം ഞാൻ തന്ത്രിമാരെ കാണാൻ പോകാറില്ല. അമ്പലത്തിൽ പോവും, തൊഴും, വിശ്വാസമാണ്, നമുക്ക് വളരെയധികം വിശ്വാസമുണ്ട്, നമ്മൾ അതിൽ മുഴുകി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ തന്ത്രിമാരിൽ അതിൽ കവിഞ്ഞ ഒരു ബഹുമാനം ഒരു പരിധി വിട്ട്, കാരണം അവരുടെ അത്ര നിലവാരം ഇല്ലാത്ത രീതിയിലാണ് നമ്മുടെ ഈ ലോക്കൽ അമ്പലങ്ങളിലുള്ള ചില ആളുകൾ വ്യക്തികൾ ഇപ്പോൾ ചിന്തിക്കുന്നതിനപ്പുറം മോശമായ കാര്യങ്ങൾ അവർ ചിന്തിക്കേണ്ടത് അവരുടെ പ്രവർത്തികളുണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ആ തലത്തിൽ നമുക്കൊരു വിഷമം ഈ വാസ്തവം പറഞ്ഞാൽ ഇല്ല. പ്രസിഡന്റ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്നും. ശ്രീ ശശിധരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ തന്ത്രിയിലേക്ക് അന്വേഷണം എത്തുകയും തന്ത്രി അറസ്റ്റിലാകുകയും ഒക്കെ ചെയ്യുമ്പോൾ ചിലർക്കെങ്കിലും ചിലരുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണമെങ്കിലും അത് എന്തോ അവർക്ക് വല്ലാതെ പൊള്ളുന്നത് പോലെയാണ്? മറ്റ് നേതാക്കൾക്കെതിരെ ഒന്നും ഉണ്ടായപ്പോൾ ഉണ്ടാവാത്തൊരു പൊള്ളൽ തന്ത്രിയെ തൊടുമ്പോൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഞാൻ ആലോചിക്കുന്നത് ഈ നമ്മുടെ മണിമല വന്ന് പറഞ്ഞപ്പോ കിരണമെന്ന് പേടിച്ച പോലെ തോന്നി. മാധ്യമങ്ങളെ പറഞ്ഞപ്പോ അയ്യോ ഞങ്ങളില്ലേന്ന് പറഞ്ഞു. ഞങ്ങളില്ലേ എന്നല്ല പറഞ്ഞത്, ഞാൻ അങ്ങനെയാണോ പറഞ്ഞത് ശ്രീ ശശിധരൻ? ഞങ്ങളുടെ ചാനൽ അത് അഭിമാനത്തോടു കൂടി തന്നെ പറയുകയാണ്, ഈ തന്ത്രിമാരിലേക്ക് അന്വേഷണം എത്തണം എന്നുള്ള വിഷയത്തിൽ ആദ്യം ചർച്ച ചെയ്തത് ഈ പൊതുവേദി തന്നെയാണ്. പൊതുവേദി 1.25 മാസം മുമ്പ് നവംബർ 26-നും നവംബർ 30-നും ഈ വിഷയം ചർച്ച ചെയ്തതാണ്. ആ സമയത്ത് അങ്ങനെ ഒരു ചർച്ച പൊതുമാധ്യമങ്ങളുടെയും മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഇടയിലേക്ക് വന്നിരുന്നില്ല. ആ സമയത്താണ് നമ്മൾ ആ വിഷയം പൊതുവേദി ചർച്ച ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അത് ചൂണ്ടിക്കാണിച്ചത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളാരും ആലോചിക്കാത്തൊരു കാര്യമുണ്ട്. അതായത് ഈ ശബരിമല എന്ന് പറയുന്ന ഒരു കാനന പിന്നെ നടുവിലുള്ള ഒരു ക്ഷേത്രം, അതായത് പണ്ട് അവിടെ എത്തിപ്പെടാൻ പെട്ട പാടെന്തെല്ലാമായിരുന്നു എന്നുള്ളത് മനുവിന് എന്നെക്കാൾ കിരൺ എന്നെക്കാൾ പ്രായക്കുറവാണ്. എങ്കിലും ചരിത്രരേഖകൾ പരിശോധിച്ചറിയാം. അവിടെ ഈ നിലയിൽ എത്തിയതിന്റെ മുഖ്യ പങ്കാർക്കാണെന്ന് കിരണിന് അറിയാമോ? നിങ്ങളുടെ ഒരു ആലപ്പുഴക്കാരനാണ്. നിങ്ങളുടെ ഒരു ആലപ്പുഴക്കാരനാണ് ഈ നിലയിലേക്ക് ശബരിമല ക്ഷേത്രത്തിന്റെ വികസനം ഉണ്ടാകുന്നതിന് മുഖ്യ പങ്കുള്ളത്. അത് തന്നെ, അത് മാത്രമല്ല ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഈ സമ്പത്ത്, ഈ അവിടെ ഉള്ള ഈ ഒരു വികസനവും ഇപ്പം ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ മാതൃക വരെ എത്തി നിൽക്കുന്നത് ആരുടെ പ്രയത്നം കൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചത്. അത് ആലപ്പുഴക്കാരനല്ല, അത് പിന്നെ എവിടുത്തുകാരനാണ്. അതിവിടെ കോടാനുകോടി ജനങ്ങളുടെ പൈസയാണ്. അതാ ഈ ശബരിമല ക്ഷേത്രത്തിന് ഈ വികസനം ഉണ്ടാകുന്നതിന് നിർണായകമായ പങ്ക് വഹിച്ച ശബരിമല ക്ഷേത്രത്തിലേക്ക് ലക്ഷക്കണക്കിന് വരുന്ന ഭക്തരെ ഇതര സംസ്ഥാനങ്ങളിലടക്കം എത്തിച്ച് ക്ഷേത്രത്തെ പ്രശസ്തിയിലേക്ക് ഉയർത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചയാൾ ആലപ്പുഴക്കാരനാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പേര് PKC എന്നാണ്, PK ചന്ദ്രാനന്ദൻ എന്നാണ്. PK ചന്ദ്രാനന്ദൻ ആലപ്പുഴയിലെ തലമുതിർന്ന നേതാവല്ലേ? വയലാറിലുള്ള താങ്കൾക്ക് എന്തായാലും PKC അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. ഞാൻ പറഞ്ഞ അങ്ങനെയല്ലെന്നേ. അവര് വന്നാൽ മാത്രമേ ഉള്ളൂ. ആരുടെയും പോക്കറ്റിൽ നിന്ന് എടുക്കാൻ പറ്റുമോ? അവര് കൊണ്ടുവന്ന് പ്രയത്നിച്ച് അവര് കൊണ്ടുവന്നിട്ടുന്ന പൈസ, അവർ ചെലവാക്കുന്ന പൈസ, ഒരു ട്രാൻസ്പോർട്ടിങ്ങിലാണെങ്കിലും ശരി എത്രയോ ഇരട്ടി കാശ് അവരെ പിഴിഞ്ഞു മേടിച്ചിട്ട്, അതുപോലെ തന്നെ ഈ വ്യാപാര മേഖലയിൽ നിന്നും വെച്ച് അവരെ കൊള്ളയടിച്ചിട്ട് അവരങ്ങനെ ചെലവാക്കുന്ന കാശ് കൊണ്ടാണ് അവിടെ അഭിവൃദ്ധിയും വികസനവും ഉണ്ടായത്. അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അല്ലാതെ പറഞ്ഞില്ലല്ലോ അങ്ങനെ. അപ്പൊ ഞാൻ ആ അർത്ഥത്തിലാ പറഞ്ഞത്, അല്ലാണ്ട് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യം ശബരിമലയിൽ ഈ കണ്ട വികസനത്തിലേക്ക് എത്തിച്ചത് ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശബരിമല വികസനത്തിലേക്ക് എത്തിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, പ്രത്യേകിച്ച് താങ്കൾ വയലാറുകാരനായതുകൊണ്ടാണ് കൃത്യമായി ആലപ്പുഴക്കാരനാണെന്ന് പറഞ്ഞത്. അത് PK ചന്ദ്രാനന്ദനാണ്. PK ചന്ദ്രാനന്ദൻ ആലപ്പുഴയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു, ദീർഘകാലം ഉണ്ടായിരുന്ന നേതാവാണ്. അദ്ദേഹത്തെ താങ്കൾ അറിയുന്ന ആളായിരിക്കും. അതെ, ശരിയാണ്. പക്ഷെ അതല്ല, അതിന്റെ കോടാനുകൂടി ജനത്തിന്റെ പ്രയത്നം. അത് ശരി, ആ അർത്ഥത്തിൽ താങ്കൾ പറഞ്ഞത് തന്നെയാണ് ശരി. ജനങ്ങൾ പൈസ ഇട്ടില്ലെങ്കിൽ പിന്നെ വരുമാനമുള്ളത് കൊണ്ടാണല്ലോ ഈ പ്രശസ്തിയൊക്കെ ഉണ്ടാകുന്നത്. അവർക്ക് നൊമ്പരം തട്ടിയിട്ടുണ്ട്. അവർക്കാണ് ഏറ്റവും കൂടുതൽ നൊമ്പരം ഉണ്ടാകുന്നത്.
നാളെ ഈ അമ്പലത്തിന്റെ പ്രശസ്തിയെ ബാധിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ പ്രശസ്തിയെ ആ അമ്പലത്തിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ തന്ത്രിയൊക്കെ ഇതിലൊക്കെ പോയി പെടുക എന്ന് പറഞ്ഞാൽ ആ തന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ അവർ ആലോചിക്കണ്ടേ? അവർ തന്നെ പറയുന്നത് ദൈവത്തിന്റെ പിതൃസ്ഥാനത്തുള്ളവരാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ അവരൊരു മര്യാദ പാലിക്കണ്ടേ? ഞാൻ ചോദിക്കുന്നത് അവിടെ വരുന്ന വരുമാനവും പോരാതെ വരുന്ന നികുതി പണവും കൂടെ എടുത്തിട്ടാണ് ഇവിടെ നമുക്ക് അവിടുത്തെ ഉള്ള സൗകര്യങ്ങളും പൈസയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഒരു ബോർഡ്, ഒരു വകുപ്പും, ഒരു മന്ത്രി. ആര് പറഞ്ഞിട്ടില്ലെന്ന് എത്തിയെന്ന് പറഞ്ഞാൽ കിരണ എല്ലാവരും ഒന്നും വിശ്വസിക്കണമെന്നില്ല. ആരും പറഞ്ഞിട്ടില്ലെന്നല്ലോ ശ്രീ ശശിധരൻ. ഇപ്പോൾ അകത്ത് കിടക്കുന്ന ആളുകളുടെയൊക്കെ ലിസ്റ്റ് ഞങ്ങൾ ഈ സ്ക്രീനിൽ തന്നെ കാണിക്കുന്നുണ്ടല്ലോ. അത്രയും പേര് അകത്തല്ലേ? അതിൽ പ്രധാനപ്പെട്ട CPM നേതാക്കളടക്കമില്ലേ? അതിന്റെ ഫൈനൽ വരാതെ ഒരു തന്ത്രി മാത്രം വിചാരിച്ചു. തന്ത്രി മാത്രമെന്ന് ആര് പറഞ്ഞു? തന്ത്രി മാത്രമെന്ന് ഞാൻ പറഞ്ഞോ? അത് വിശ്വസിക്കില്ലെന്നേ പറഞ്ഞോളൂ. അല്ല, താങ്കൾ തന്ത്രി ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? തന്ത്രി ഉണ്ടെന്ന് ഞാനിപ്പോ ഉണ്ടെന്ന് ഇല്ലെന്ന് വിശ്വസിക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് അന്വേഷണത്തിരിക്കുന്ന കാര്യമാണ്. ശരി, ഓക്കെ. എന്തായാലും അന്വേഷിച്ചിരിക്കുന്ന കാര്യം അന്വേഷണത്തിൽ വരട്ടെ. അല്ല, അന്വേഷിച്ച് വരണം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഏകാധിപത്യമായിട്ട് വിധി പ്രഖ്യാപിക്കുന്നു പലരും. അതുകൊണ്ടാണ് പറഞ്ഞത് അദ്ദേഹം മാത്രമാണെന്നുള്ള രീതിയിലും ഇവിടെ പറയുന്ന ആളുകൾ. ശ്രീ ശശിധരൻ, ഞാൻ എവിടെയെങ്കിലും തന്ത്രി മാത്രമാണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞോ? താങ്കളല്ല, ഇവിടെ ഇതിനകത്ത് വന്ന് പറയുന്ന മണിമലയെ പോലുള്ള ആളുകൾ. അല്ല, അങ്ങനെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ളയാൾ തന്ത്രി തന്നെയാണ്. മറ്റെല്ലാവരും വന്നു പോകുന്ന ആളുകളാണ്. ഇവർ പരമ്പരാഗതമായി ആ ക്ഷേത്രത്തിലുള്ള അവകാശം സ്ഥാപിച്ചു നിന്ന് അച്ഛനപ്പൂപ്പന്മാരായി നിന്ന് അവരുടെ അവകാശം മക്കൾക്ക് കൊടുത്ത് അങ്ങനെ അവിടുത്തെ ഒരു സംവരണം അനുഭവിക്കുന്ന ആളുകളാണ്. എന്റെ കിരണ, ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം മനസ്സിലാക്ക്. ഈ അവിടെ നടക്കുന്ന ഒന്നും ആരും അറിഞ്ഞില്ല. ഈ വർഷങ്ങളായി കോടതി ഇടപെടേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഗതികേട് ആലോചിച്ച് നോക്കി. അത് തന്നെയാണ് ശ്രീ ശശിധരൻ നമ്മളും പറഞ്ഞത്. അതിന് ഉത്തരവാദിത്തപ്പെട്ട ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും മെമ്പർമാരും ഒക്കെ അല്ലേ ഇപ്പോൾ അകത്ത് കിടക്കുന്നത്. അതിനകത്ത് ആർക്കൊക്കെ ഏതെല്ലാം തരത്തിൽ ഉത്തരവാദിത്തമുണ്ടെന്ന് അന്വേഷണം കഴിയുമ്പോൾ വ്യക്തമാവും. ഇതൊന്നും അറിഞ്ഞതില്ലേ എന്റെ പൊന്നയ്യപ്പോ എന്ന് പറഞ്ഞിട്ട് ഇനി ഒരു കാര്യമില്ല. എല്ലാവർക്കും ഉണ്ട്. താങ്കൾ അത് തന്നെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെയാണ്. അല്ല, എല്ലാവർക്കും ബന്ധമുണ്ടെന്നേ പറഞ്ഞോളൂ. അത് അംഗീകരിക്കണുണ്ടോ? ശരി, ഓക്കെ. എന്തായാലും നമ്മുടെ സമയം അവസാനിക്കുകയാണ്. പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായ വ്യത്യസ്തമായ പ്രതികരണങ്ങൾ, ശബരിമലയെ സംബന്ധിച്ച് തന്ത്രിസ്ഥാനം പോലെ വിശ്വാസികൾ അല്ലെങ്കിൽ ഒരു വിഭാഗം വിശ്വാസികളെങ്കിലും ദൈവതുല്യം കാണുന്ന മനുഷ്യർ, അവർ പാലിക്കേണ്ട മിനിമം മര്യാദകൾ, അത്തരം കാര്യങ്ങളിലൊക്കെ വീഴ്ചയുണ്ടായി എന്ന് വിശ്വസിക്കുന്നവർ, അതല്ല ഈ അന്വേഷണം വരട്ടെ, തന്ത്രിക്ക് പ്രതിയാണെങ്കിൽ അല്ലെങ്കിൽ തന്ത്രി കുറ്റക്കാരനാണെങ്കിൽ അതടക്കം പുറത്തു വരട്ടെ, അതല്ല രാഷ്ട്രീയക്കാരാണ് ഇതിൽ പ്രധാനപ്പെട്ട പ്രതികൾ, തന്ത്രിമാർ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് കരുതുന്നവർ, അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിനിടയിൽ ഇതുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് പരിപൂർണൻ്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളും ചിലർ ഉന്നയിച്ചു. ഞാൻ അവിടെയും നിലപാട് വ്യക്തമാക്കി. മന്ത്രതന്ത്രങ്ങളെക്കുറിച്ച് ആധികാരികമായി പറയാനോ അല്ലെങ്കിൽ അതിൽ വിധി കൽപ്പിക്കാനോ അറിവുള്ള ഒരാളല്ല ഞാൻ. അതിൽ ജസ്റ്റിസ് പരിപൂർണൻ സുപ്രീം കോടതി ജഡ്ജിയാണ്. അദ്ദേഹത്തിൻ്റെ അറിവിനെ സംബന്ധിച്ച് എനിക്ക് സംശയമില്ല, അല്ലെങ്കിൽ ഇന്ത്യക്ക് അതിനെക്കുറിച്ച് ബോധ്യമുള്ള ആളാണ്. അങ്ങനെ ഒരാൾ പറയുന്നതിന് തൽക്കാലം അതാണ് ആധികാരിക രേഖ, അത് വിശ്വസിക്കുക മാത്രമേ തൽക്കാലം തരമുള്ളൂ. അല്ലെങ്കിൽ ആ രേഖ തെറ്റാണ് എന്ന് തെളിയിക്കുന്ന ഒരവസ്ഥയിലേക്ക് എന്തായാലും ഉണ്ടാവണം. എന്തായാലും സമ്പന്നമായ ചർച്ചയാണ് ഈ വിഷയത്തിലുണ്ടായത്. ഈ വിഷയം തുടക്കം മുതൽ തന്നെ ചർച്ച ചെയ്യാൻ പൊതുവേദിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിലും ഇപ്പോൾ അറസ്റ്റിലേക്ക് എത്തുന്നതടക്കമുള്ള വിഷയങ്ങൾ മുൻകൂട്ടി ചർച്ച ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ള അഭിമാനവും നമുക്ക് ഈ പൊതുവേദിക്കുണ്ട്. നാളെയും ഇതേ സമയം മറ്റൊരു വിഷയവുമായി ന്യൂസ് 18 പൊതുവേദി.